വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാദം തപോനിധിം. ഭഗവാൻ ശ്രീ വേദവ്യാസൻ മുതൽ ആദിശങ്കരാചാര്യർ വരേക്കും, തുടർന്ന് സ്വാമി നാരായണ തീർത്ഥ മുതൽ, തീർത്ഥ പരമ്പരയിലെ സ്വാമി നാരായണ തീർത്ഥ മുതൽ മുഖർജി, ഗംഗാധർ പരമഹംസജി, സ്വാമി പുരുഷോത്തമ തീർത്ഥ, മാതാജി ശാന്താദേവി, സ്വാമി ഭൂമാനന്ദ തീർത്ഥ എന്നീ ഗുരുജനങ്ങളുടെ പാദാരവിന്ദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. അതിനു മുൻപായി ഇവിടെ സന്നിധരായിരിക്കുന്ന സന്യാസി സന്യാസിനി സഹോദര സഹോദരന്മാർക്കും മറ്റുള്ള സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾക്കും എൻ്റെ പ്രത്യേക നമസ്കാരം. എൻ്റെ കടമ എന്ന് ഞാനിവിടെ പറഞ്ഞു, അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. 2 കടമ എനിക്കിവിടെ ഉള്ളതായിട്ട് തോന്നി. ഒന്നാമത്തേത്, ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ 16-ാം ശ്ലോകം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഉപദേശം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ചതുർവിധ ഭജന്തേവാം ജനാഹ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ എന്ന്. ഇതിൽ 4 വിധ ഭക്തന്മാരെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഈ 4 വിധ ഭക്തന്മാരും സുഹൃതികളാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. തുടർന്നുള്ള ശ്ലോകത്തിൽ അതിലും മറ്റേ ജ്ഞാനിയാണ് ഏറ്റവും വിശേഷപ്പെട്ടവൻ എന്നും പറയുന്നുണ്ട്. ഈ ചതുർവിധ ഭക്തന്മാർ ആരെല്ലാമാണ്? നമ്മളെല്ലാവരും ഭക്തന്മാർ തന്നെ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ സുഹൃതികളായ ഭക്തന്മാരാണോ അതോ ദുഷ്കൃതികളായ ഭക്തന്മാരാണോ അതോ രണ്ടും കൂടി ചേർന്നതാണോ എന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മളെല്ലാവരും ദുഷ്കൃതികളും സുഹൃതികളും കൂടി ചേർന്ന ഭക്തന്മാരാണെന്ന്. വെറും ദുഷ്കൃതികൾ മാത്രമാണെന്ന് അങ്ങനെ വരില്ല. എല്ലാം കൊണ്ട് സുഹൃതികളാണെന്ന് പറയാനും സാധ്യമല്ല. അപ്പം എൻ്റെ ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ ഓരോന്നും കേൾക്കുമ്പോഴും ഞാൻ അതിൽ ഏതിൽപ്പെട്ടതാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം നമ്മളിത് 1.25 മണിക്കൂർ കഴിഞ്ഞ് തീരുമ്പോൾ ഉണ്ടല്ലോ, തീരണ സമയത്ത് ഞാൻ ഈ ലെവലിൽ നിൽക്കുന്ന ആളാണ്, ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളിവിടെ നിന്ന് കുറേ കേട്ടിട്ട് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ മുൻപോട്ട് പോകണമെങ്കിൽ എന്നുള്ളത് അറിയേണ്ടത് ഒരാവശ്യമല്ലേ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്. നമ്മളിത് ഓരോ ആർത്തനാര്, അർത്ഥാർത്ഥിയാര്, ജിജ്ഞാസുവാര്, ജ്ഞാനിയാര് എന്നെല്ലാം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഏത് ലെവലിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൂട്ടത്തിൽ ആലോചിച്ചുകൊണ്ട് പോയാൽ വളരെ നന്നായിരിക്കും. ഇനി ഈ ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്നിവരെ പറ്റിയെല്ലാം ഇവരെല്ലാവരും സുഹൃതികളായ ഭക്തന്മാരാണ് എന്ന് പറഞ്ഞു. ആ സുഹൃതികളായ ഭക്തന്മാരെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ്, മനസ്സിലാക്കുന്നതിന് മുൻപ്, ഈ ഭക്തൻ എന്നാൽ ആര്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്, മായ എന്നാൽ എന്ത്, മനസ്സ് എന്നാൽ എന്ത്, ഇത് 4
നമ്മളൊന്ന് ഓർമ്മിക്കതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇനി അഥവാ അറിയാൻ വയ്യായി ഉണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് ഇത് മാറി 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 കേട്ടിട്ട് മതിയായിട്ടുണ്ടാവും. എന്നാലും ഇതിനെക്കുറിച്ച് ഒരു മുന്നറിവ് വെച്ചുകൊണ്ട് നോക്കിയാൽ വളരെ വേഗത്തിൽ പിന്നീട് പറയുന്ന ഈ ആർത്തനെയും അർത്ഥാർത്ഥിയെയും ജിജ്ഞാസുവും ജ്ഞാനിയെയും പറ്റി വളരെ വേഗം മനസ്സിലാകും. അതിൻ്റെ മീതെ, മുന്നറിവിൻ്റെ മീതെ കെട്ടിപ്പടുക്കുന്നതായ അറിവുണ്ടല്ലോ, ആ അറിവ് പെട്ടെന്ന് കുലുങ്ങില്ല, അതവിടെ ഉറച്ചു നിൽക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ചതുർവിധ ഭക്തന്മാരെ പറ്റി പറയുന്നതിനു മുൻപ് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്നാൽ എന്ത്, ആര് എന്നുള്ളതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ കേട്ടു. ഞാനിവിടെ ഇരുന്ന എല്ലാ പ്രഭാഷണവും ഈ പ്രാവശ്യം കേൾക്കണുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ പല പ്രാവശ്യവും പലരും പലതരത്തിലും പറഞ്ഞു. അതേപോലെ വേറെ ഒരു തരത്തിൽ ഞാനും പറയണു, അത്രയേ ഉള്ളൂ. ആരാണ് ഈ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൊതുവെ പല ആളുകൾക്കും, അതായത് വളരെ വളരെ വലിയ ലെവലിലൊന്നും എത്താത്തവർ, നമ്മളെ പോലെയുള്ള ആളുകൾ, അവരെല്ലാവരും വിചാരിക്കുക നമ്മുടെ അയലോക്കത്തിലെ അമ്പലം ഏതാണോ ആ അമ്പലത്തിലെ പ്രതിഷ്ഠ, ആ ദേവനോ ദേവിയോ നമ്മൾ മനസ്സിൽ വെക്കും, അവരെ നമ്മൾ പൂജിക്കും, അവരെപ്പറ്റി നമ്മൾ ഭജന പാടും, അവരെ മനസ്സിൽ ചിന്തിക്കും. ഈശ്വര തേവരക്കാവിലമ്മേ, ഈശ്വര ആദമ്പള്ളിക്കാവിലമ്മേ, ഈശ്വര പൂർണ്ണത്രയീശ, ഈശ്വര എന്നിങ്ങനെ നമ്മൾ നമ്മുടെ അയലോക്കത്തെ ഗുരുവായൂരപ്പ. ഇവിടെയുള്ള ആളുകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭഗവാനെ എന്ന് വിചാരിക്കുമ്പോൾ വായിൽ വരുന്നത് ഗുരുവായൂരപ്പനാണ്. ചോറ്റാനിക്കരമ്മേ, ഇങ്ങനെ അമ്മയും ഭഗവാനും പല ചതുർഭുജധാരിയായിരിക്കുന്ന ഭഗവാൻ, പത്മാസനത്തിലിരിക്കുന്ന ഭഗവാൻ, ജടാധാരിയായ ശിവൻ, നമുക്കുണ്ടല്ലോ ക്ഷീരോധന്വത് പ്രദേശേ ശുചിമണി വിലസത്തൈകതേ മൗത്തികാനാം എന്നും പറഞ്ഞു തുടങ്ങും. അതാണ് ഭഗവാൻ. ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച്, ഏത് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ദിനചര്യ കഴിച്ചു കൂട്ടുകയാണെങ്കിലും അതെല്ലാവരും ഭഗവാൻ തന്നെ. പക്ഷേ ആ ഭഗവാന്മാരെല്ലാവരും നമ്മൾ ഇവിടെ പറയാൻ പോണ ഭഗവാനല്ല. ഈ ഭഗവാന്മാരെ എല്ലാം നമ്മളാണ് കേട്ടോ സൃഷ്ടിച്ചത്. മനുഷ്യന്മാരാണ് ഈ അമ്പലത്തിലുള്ളതായ ദേവന്മാരെയും ഈ നാമരൂപങ്ങളോടുകൂടിയ ഭഗവാന്മാരെ സൃഷ്ടിച്ചത് മനുഷ്യനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാനല്ല കേട്ടോ പറയണത്. ഇതിപ്പോൾ പറയണേന് പ്രമാണം ആദിശങ്കരാചാര്യര് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത്, മനുഷ്യന്മാർ സൃഷ്ടിച്ചതാണ് നാമരൂപങ്ങളോടുകൂടിയ ഭഗവാന്. അപ്പോൾ നാമരൂപങ്ങളോടുകൂടി അല്ലാത്ത ഒരു ഭഗവാനുണ്ട്. ആ ഭഗവാനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല, നമ്മൾ സൃഷ്ടിച്ചിട്ടുമില്ല. ആ ഭഗവാനാണ് നമ്മളെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാൻ വാസ്തവത്തിൽ ഒരു ശക്തിയാണത്. അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ ചതുർഭുജധാരി എന്നോ അല്ല വേറെ ഒന്നാണെന്നോ ശംഖചക്ര കഥാപത്മമുള്ളതെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. അതൊരു അപാരമായ ശക്തിയാണ്. ആ ശക്തിയെ നമുക്ക് ആലോചിക്കാൻ കൂടി സാധ്യമല്ല. അങ്ങനെയുള്ളതായ ഒരു ശക്തി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ശക്തി മാത്രമേ ഇപ്പോഴും ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്രശാലയില്ല, നൈമിഷാരണ്യമില്ല, ഈ ഇരിക്കുന്ന ആളുകളില്ല, ഞാനും ഇല്ല, ഒന്നുമില്ല. ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു ശക്തി. ഇത് നമുക്ക് മനസ്സിലാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഇവിടെ 4 മാതാജിമാരിയ്ക്കുന്നുണ്ട്, അവിടെ കുറേ സന്യാസിമാരിയ്ക്കുന്നുണ്ട്, ഈ കണ്ട ആളുകളൊക്കെ ഇരിക്കേണ്ട, ഞാനുണ്ട്, ഇതുണ്ട്, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? വാസ്തവത്തിൽ നമ്മളൊരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഇപ്പോൾ ഇരിക്കണത്. സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ ഒരാന വന്നു, വാതിൽ കുത്തിപ്പൊളിച്ചു, ചവിട്ടി ഉള്ളിലേക്ക് കയറി വന്നു, തുമ്പിക്കൈയും കൊണ്ട് എന്നെ പിടിച്ചൊരേറ എറിഞ്ഞു, അയ്യോന്ന് നിലവിളിച്ചു ഞാൻ. അതൊക്കെ വാസ്തവം പോലെ തോന്നും എപ്പോ ഉറങ്ങിക്കിടക്കുമ്പോൾ. പെട്ടെന്ന് കണ്ണു തുറന്നാലോ വാതിലൊക്കെ അങ്ങനെ തന്നെയുണ്ട്, ഞാനും അങ്ങനെ തന്നെയുണ്ട്, ആനയില്ല, ഒന്നുമില്ല. ഇതെപ്പോഴാണ് മനസ്സിലാവുക? നമ്മൾ ഉറക്കത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോഴും നമുക്ക് കിതക്കണുണ്ടാവും, വിയർക്കണുണ്ടാവും, വിഷമം ഉണ്ടാവും. കുറച്ച് നേരത്തേക്ക് വലിയ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ് കണ്ടേന്നുണ്ടെങ്കിലും. അതുപോലെ അതേപോലെ ഒരു സ്വപ്ന സ്റ്റേജിലാണ്, ജാഗ്രത എന്ന് പറയും ഈ സ്റ്റേജിന്, ആ സ്റ്റേജിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നു? നൈമിഷാരണ്യം, ഇവിടെ നല്ല 1-ാം തരം പന്തല്, നിറയെ ആളുകൾ വന്നിരിക്കണു. 1:30 മണി മുതൽ 2:45 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 1:45 മുതൽ 3 വരെയുള്ള സമയം എന്നൊക്കെ അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ
ചതുർവിധ ഭക്തന്മാരെ പറ്റി സംസാരിക്കുക. എന്തെങ്കിലും എനിക്കറിയാവുന്നത് അതെന്താണോ ശരിയോ തെറ്റോ എന്നറിയില്ല, അത് പറഞ്ഞു തരിക എന്നുള്ളത് ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ കടമയായിട്ട് എനിക്ക് തോന്നിയത്, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ പോരാത്തതിന് ഇന്ന് പായസമൊക്കെ കൂട്ടി ഉണ്ടേക്കണം ദിവസമാണ്. ശരിക്കും ഉറക്കം വരും. കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് 1:30 മണി മുതൽ 3 മണി വരെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഉറക്കം വരുന്ന സമയമാണ്. അതുകൊണ്ട് ആ ഉറക്കത്തിൽ നിന്നും നിദ്രാദേവി ഒന്ന് രക്ഷിക്കണേ. ഈ ഒരു 1.25 മണിക്കൂർ നേരം പിന്നീട് ഉറങ്ങില്ല, കാരണം സ്വാമിജി വരികയെ പിന്നെ ആരും ഉറങ്ങില്ല. അപ്പോൾ അത്രയും നേരത്തേക്കെങ്കിലും ഒന്ന് ഞങ്ങളെ ഉപദ്രവിക്കാണ്ടിരിക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ ഈ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞു, ഇത് വെറും ഒരു ശക്തി മാത്രമാണ്, അതിന് നാമരൂപങ്ങളില്ല എന്നെല്ലാം പറഞ്ഞു. നമുക്ക് ഒരു മിനിറ്റ് അത് ആലോചിച്ച് നോക്കാം. നമ്മൾ ആരും ഇല്ല കേട്ടോ, എല്ലാവരും ഒന്ന് ആലോചിക്കും, നമ്മൾ ആരുമില്ല, ഇവിടെ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശക്തിക്ക് എന്താ തോന്നിയേ? അയ്യോ, ഞാനിങ്ങനെ ഒറ്റയ്ക്കാണല്ലോ, എനിക്കൊന്ന് കളിക്കണം. ലീലയാ. ഇതിനൊക്കെ പ്രമാണം ഉണ്ട് കേട്ടോ. ഞാൻ പ്രമാണം പറയാണ്ടിരിക്കണത് അത്യാവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ പ്രമാണം ഇടയ്ക്കിടയ്ക്ക് പറയാം. ലീലയാ, തമാശയായിട്ട് കളിയായിട്ടാണ് ഭഗവാൻ ഓരോന്നിനെ സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചത്. ആദ്യം സൃഷ്ടിച്ച കൂട്ടത്തിലാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെ അഗ്നിയെ സൃഷ്ടിച്ചു വിട്ടാൽ മാത്രം പോരാ. അതെ, അഗ്നി, ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാന്നറിയാവോ? നിനക്കൊരു ധർമ്മമുണ്ട്. എന്താ നിന്റെ ധർമ്മം? നിന്നെ ആര് തൊടുന്നുവോ അവരെ പൊള്ളിക്കണം. അവരെ പൊള്ളിക്കണം എന്നുള്ളതാണ് നിന്റെ കടമ, നിന്റെ ധർമ്മം എന്ന് പറഞ്ഞു. അഗ്നി വേഗം ശരി ആയിക്കോളാം. എന്ന് അഗ്നി സൃഷ്ടിക്കപ്പെട്ടുവോ, ആ ശക്തിയാൽ അഗ്നി സൃഷ്ടിക്കപ്പെട്ടുവോ, അന്ന് മുതൽ ഈ സെക്കൻഡ് വരേക്കും തൊട്ടുനോക്കൂ, ആ തീയിലേക്ക് പൊള്ളും. നാളെയും പൊള്ളും, മറ്റന്നാളും പൊള്ളും. ഇതുവരേക്കും തൻ്റെ ധർമ്മത്തിനെ അഗ്നി സൂക്ഷിച്ചിട്ടുണ്ട്. ഭയാദഗ്നിസ്തപതി പ്രമാണമാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഭയാദ് അഗ്നിസ്തപതി, അഗ്നി ചുടുന്നത് ഭയന്നിട്ടാണ്. എന്തിനെ ഭയന്നിട്ടാണ്? ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന ശക്തി, ഏത് ശക്തിയാണോ അഗ്നിയെ സൃഷ്ടിച്ചത്, ആ ശക്തിയെ ഭയന്നിട്ട്, ഭയത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ഭക്തിയോടുകൂടിയാണ് അഗ്നിയുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേ പോകും, യാതൊരു സംശയമില്ല. ഭയാത്തപതി സൂര്യഃ, സൂര്യൻ, ആകാശത്തിലെ നമ്മൾ കാണപ്പെടുന്ന ഭഗവാനാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാൻ ഇങ്ങനെ ദിവസവും വെളിച്ചായാല് ഇങ്ങനെ പ്രകാശിച്ച് ചൂടും വെളിച്ചവും നമുക്ക് തരും. ഈ ചൂടും വെളിച്ചവും തരുന്ന സൂര്യഭഗവാനെ സൃഷ്ടിച്ചപ്പോൾ നമ്മളുടെ മൂപ്പരുണ്ടല്ലോ, ആര്? ഭഗവാൻ, ആ ശക്തി പറഞ്ഞു, സൂര്യ, നിന്റെ ധർമ്മം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് മുഴുവൻ, ഈ ജഗത്തിന് മുഴുവനും ചൂടും പ്രകാശവും കൊടുക്കണം. അത് ഒരു അവശ്യ സർവീസാണ്. 24 മണിക്കൂറുണ്ട്. രാവിലെ 6:15 മുതൽ വൈകുന്നേരം 6 മണി വരേക്കും പാർലിക്കാടാണെങ്കിൽ വൈകുന്നേരം 6:15 മുതൽ പിറ്റേ ദിവസം 6 മണി വരേക്ക് നീ പോകണം. എവിടെ? അമേരിക്ക, ഇംഗ്ലണ്ട്, അവിടെ ഫോറിനിലൊക്കെ പോയി അവിടെയൊക്കെ ചൂടും പ്രകാശവും കൊടുക്കണം. അത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരണം. നിസ്സാര ജോലിയല്ല കേട്ടോ. അഗ്നി ഭഗവാനും അതെ, അവർക്കൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാം, ഇടയ്ക്കിടയ്ക്കൊന്ന് കിടക്കാൻ പോവാ, ഉറങ്ങാൻ പോവാ എന്നുള്ളതൊന്നുമില്ല. അവർക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് അവശ്യ സർവീസിൽ പെട്ടവരാണ് അവർ. ഭയാത് തപതി സൂര്യ, ഭയാത് ഇന്ദ്രശ്ച വായുശ്ച, മൃത്യുർധാവതി പഞ്ചമ. ഇന്ദ്രൻ അതുപോലെ തന്നെ. വായുഭഗവാൻ പാവം, വായുഭഗവാൻ എല്ലാ ദിക്കിലും പരന്നോളണം. ഒരു ദിക്കെങ്കിലും വാക്യൂമാക്കി ഇടരുത്. എല്ലാ ദിക്കിലും പരന്ന് പോകണം. ഓക്സിജൻ വേണ്ടവർക്ക് ഓക്സിജൻ കൊടുക്കണം, നൈട്രജൻ വേണ്ടവർക്ക് നൈട്രജൻ കൊടുക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടവർക്ക് അത് കൊടുക്കണം, ബാക്കിയുള്ള ഇനർട്ട് ഗ്യാസസ് വേണമെങ്കിൽ അത് കൊടുക്കണം. ഇങ്ങനെ വായുവിന് വേണ്ടത്ര ജോലി കൊടുത്തു ധർമ്മം. ഇതെല്ലാം അവർ അതേപടി ഇന്നും ഇപ്പോഴും ഒരു സ്ഥലത്ത് വായു ഇല്ലാണ്ട് വരില്ല. അപ്പോൾ കാറ്റായിട്ട് വീശി അവിടെയൊക്കെ നിറഞ്ഞു. ഇനി ഭൂമി ദേവിക്ക് അതുപോലെ തന്നെ. ഭൂമി, ഞാൻ ആരെയൊക്കെ സൃഷ്ടിക്കണോ അവരെയൊക്കെ താങ്ങിക്കൊള്ളണം.
ഒരക്ഷരം മിണ്ടരുത്. ഇത്രയും തടിയുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ ഈ കാലത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെ എന്താ തടി. അപ്പോ അതിനെയൊക്കെ നിങ്ങൾ താങ്ങിക്കൊള്ളണം. എത്ര വലിയ വൃക്ഷമാണെങ്കിലും എത്ര വലിയ ഇതാണെങ്കിലും ജന്തുവാണെങ്കിലും അതിനെ എല്ലാത്തിനെയും നീ താങ്ങിക്കൊള്ളണം. ഇറാൻ ഭൂമിദേവി ചെയ്യുന്നുണ്ട്, യാതൊരു വിഷമവും കൂടാതെ സമ്മതിക്കുന്നുണ്ട്. ഇനിയോ മൃത്യുർധാവതി പഞ്ചമ. മൃത്യുദേവനെ സൃഷ്ടിച്ചു. ഇതെങ്ങനെ സൃഷ്ടിച്ചോണ്ടേ പോയാൽ മതിയോ? ഇതിനെ പരിപാലിച്ചോണ്ടും പോയാൽ മതിയോ? ഉപസംഹരിക്കണം. എന്നാലല്ലേ പിന്നെയും പിന്നെയും സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഇതെന്തിനു വേണ്ടിയാ? ലീലയാ. മറക്കരുത് കേട്ടോ, ഇത് ലീലയാ, തമാശയ്ക്ക് വേണ്ടി ചെയ്യണതാണ്. ഈ നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നതായ ശക്തി മൃത്യുദേവനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഓരോന്നിനെയും സൃഷ്ടിക്കുമ്പോൾ ഒരു ജന്തുവിനെ, ഒരു പൂച്ചയെ, ഒരു ചെറിയ ഒരു പുൽക്കൊടിയെ, അതുപോലെ തന്നെ വലിയ വലിയ മനുഷ്യന്മാരെ, ദേവന്മാരെ, ആരെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ അവരെല്ലാവരുടെയും മണ്ടയിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്, അവരെ ഞൊട്ടണം, അവരെ ഉപസംഹരിക്കണം എന്നെഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മൃത്യുദേവ ഓരോ ദിവസത്തെയും തലേ ദിവസം തന്നെ നോക്കി വെക്കണം. നാളെ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ആരെ ഞൊട്ടണം, അത് കഴിഞ്ഞാൽ എത്ര പേരെ ഞൊട്ടണം, അത് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് ഒരു 45 പേരെ ഒരുമിച്ച് ഞൊട്ടണം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് ഒരു 1000 പേരെ ഒരുമിച്ച് ഞൊട്ടണം. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് എവിടെയൊക്കെ വെച്ച് ആരെയൊക്കെ ഞൊട്ടണോ അവരെയൊക്കെ ആ സമയത്ത് ഞൊട്ടിക്കോളണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കട്ടെ. ഇന്നെത്രാം തീയതിയാ? 26-ാം തീയതി ഉച്ചയ്ക്ക് 2 കഴിഞ്ഞ് ഒരു 3, 4, 5 മിനിറ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് ഉള്ളപ്പോൾ ഈ സത്രവേദിയിൽ വന്നു നിന്ന് എന്തൊക്കെയോ പറയില്ല, പേടിയുണ്ടേ. ഭയാദഗ്നിസ്തപതി എന്നുള്ളതുപോലെ ഭൂമാനന്ദ സ്വാമിജിയെ പേടിയുണ്ട് വല്ലതും വിളിച്ചു പറയാൻ. അപ്പൊ അങ്ങനെ എന്തോ പറയുന്ന ഈ ഒരു സന്യാസിനി ഉണ്ടല്ലോ, അവരെ ഒന്ന് ഞൊട്ടണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊഴിഞ്ഞു വീഴിഞ്ഞ് അപ്പൊ 2 പേര് വന്ന് വലിച്ചോണ്ട് പോയി ആശുപത്രിയിൽ കൊണ്ടുപോയി തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ. ഇത് മൃത്യുദേവൻ പാവം ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത സെക്കൻഡിൽ വേറൊരു ദിക്കിലേക്ക് ഓടണം. രാവും പകലും യാതൊരു ഒഴിവുമില്ലാതെയാണ് മൃത്യുദേവൻ. മനസ്സിലാവുണ്ടോ? അപ്പോ മൃത്യുർ ധാവതി പഞ്ചമ. ബാക്കിയുള്ളവരെല്ലാവരും ധാവതി എന്ന് പറയണില്ല, ഓടണമെന്ന് പറയണില്ല. മൃത്യുദേവൻ ശരിക്കും ഓടി നടക്കുക കേട്ടോ. ഇത് നമ്മൾ ഓർമ്മിക്കണം. ഇത് ഓർമ്മ വെച്ചാൽ, അതായത് എപ്പോഴാ എൻ്റെ മണ്ടയില് മൃത്യുദേവൻ എഴുതി വെച്ചിരിക്കുന്നത്, എപ്പോഴാണ് ഈ ശരീരം പതിക്കാൻ പോണത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. പേടിയുണ്ടോ? ഇനി അപ്പൊ അങ്ങനെ ഭയാദഗ്നിസ്തപതി ഭയാത്തപതി സൂര്യ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമ. ഇനി അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഭഗവാൻ എങ്ങനെയാ ഈ സൃഷ്ടികർത്തവ്യം തുടങ്ങിയപ്പോൾ ആരെ കൊണ്ടാ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, അഗ്നിയെ സൃഷ്ടിച്ചു. ഒരൊറ്റ മനുഷ്യർ ചോദിച്ചില്ല ഇതെങ്ങനെയാ ഒന്നുമില്ലാത്തത് ഇന്ന് സൃഷ്ടിച്ചതെന്ന്. ആലോചിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. സഭയിൽ വെച്ച് ഇങ്ങനെ എണീറ്റ് നിന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഓരോന്ന് ചോദിച്ചാൽ കോലാഹലം ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ നിന്ന് നിശബ്ദം വിളിച്ചു പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ചോദിക്കാണ്ടിരിക്കണതാണെന്ന് എനിക്കറിയാം. എന്തും കൊണ്ടാണ് ഈ ഭഗവാൻ സൃഷ്ടിച്ചത്? ഇതിനൊരു ഉദാഹരണം പറയുന്നത് എന്താണെന്നറിയുമോ? ഇന്നലെ പ്രഭാഷണം നടത്തിയ അദ്ദേഹം പറഞ്ഞു. അത് ഏത്? ഊർണനാഭി. നല്ല പേര് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളുടെ എവിടെയെങ്കിലും അറിയാവുന്നവരാരെങ്കിലും പെൺകുട്ടി ഉണ്ടായാൽ ഊർണനാഭി എന്ന് പേര് വെക്കാം, നല്ല രസം കേൾക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒന്ന് ആലോചിച്ചു, നമുക്കൊന്ന് ഡിക്ഷണറി നോക്കി കളയാം എന്താ അതിൻ്റെ അർത്ഥം എന്ന്. എട്ടുകാലി, ചലന്തി, അങ്ങനെ ഒരു പേര് വെച്ചാൽ ശരിയല്ലല്ലോ. ഒരു നല്ല വിഷമില്ലാത്ത ജന്തു ആയ വിരോധമില്ല. അപ്പോ ഈ ഊർണനാഭി 8 കാലി വല കെട്ടും. എങ്ങനെയാ വെച്ചാ ഈ ഓരോരോ ഇതിന്റെ കോർണറിലെ വല കെട്ടുക. അതിന്റെ ശരീരത്തിന്റെ ഉള്ളില് വയറ്റിലൊരു ജാതി ദ്രാവകം ഉണ്ട് അത്രേ. ആ ദ്രാവകം നല്ല കട്ടിയുള്ളതാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ നൂല് പോലെ കട്ടിയാവും. ഇത് ബ്ലഡൊക്കെ ചോരയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ക്ലോട്ട് ചെയ്യില്ലേ, അതുപോലെ. എന്നിട്ട് അതിന്റെ വായേ കൂടിയാണെന്ന് ഈ ദ്രാവകം ഇങ്ങനെ വരണത്. എന്നിട്ട് അതിങ്ങനെ ഒരു മൂല നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഭംഗിയായിട്ട് വലയുണ്ടാക്കും. അതിന് സിമെന്റ് വേണ്ട, മണല് വേണ്ട, ഇഷ്ടിക യാതൊന്നും വേണ്ട. അവനവൻ്റെ തന്നെ ഉള്ളിലുള്ളതായ
ഈ ദ്രാവകം കൊണ്ട് വല കെട്ടിയിട്ട് കക്ഷി എവിടെയാ കയറിയിരിക്കുക? ആ വലയുടെ ഉള്ളിൽ തന്നെ കയറിയിരിക്കും. ഇതേപോലെ ഭഗവാൻ എന്ന് പറയുന്ന ശക്തി ആത്മമായയാ, തൻ്റെ തന്നെ ഉള്ളിലുള്ളതായ മായ കൊണ്ട്, മായ എന്നാണ് ഈ ദ്രാവകം പോലെയുള്ള സാധനത്തിന് പേര് വെച്ചിരിക്കുന്നത്. ആത്മമായയാ, തന്നിലെ ഉള്ളതായ മായ കൊണ്ട് ഈ ജഗത്തിനെ, ഈ വിശ്വത്തിനെ സൃഷ്ടിച്ചു. എന്നിട്ടോ സൃഷ്ടിച്ചിട്ട് എന്താ ചെയ്തത്? എല്ലാ ദിക്കിലും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ? മായ കൊണ്ട്. മായ എന്ന് പറഞ്ഞാൽ എന്താ? അത് ശങ്കരാചാര്യര് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാ മാ സാ മായ. ഇല്ലാത്തത് ഏതാണോ അതാണ് മായ. മാന്ന് വെച്ചാൽ ഇല്ലാത്തത്. ഇല്ലാത്തത് ഏതാണോ ഇല്ലാത്തത് അതാണ് മായ. അപ്പൊ ഇല്ലാത്ത ഒരു സാധനത്തിനെ കൊണ്ട് ഉള്ള ഒരു സാധനത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലാത്ത സാധനത്തിനെ കൊണ്ട് ഉണ്ട് എന്ന് തോന്നിക്കുന്ന സാധനത്തിനെ ഉണ്ടാക്കി. ഈ തോന്നിച്ചത് എന്തിനാണെന്നറിയാമോ? ലീലയാ, തമാശ കൊണ്ട്, കളിക്കാനായിട്ടേ. കക്ഷി കളിക്കാൻ തന്നെ വന്നേക്കുക. ഈ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പറയുന്നതായ ഈ ശക്തി കളിക്കാൻ വേണ്ടി തന്നെ തന്നിൽ തന്നെ ഇല്ലാത്തതായ ഒരു സാധനം ഉണ്ട് എന്ന് ധരിപ്പിച്ച് ഇല്ലാത്തതായ ജഗത്തിനെ, വിശ്വത്തിനെ സൃഷ്ടിച്ച് വച്ചേക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളാരും ഇല്ല, നിങ്ങളും ഇല്ല, ഞാനും ഇല്ല, സത്രവും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞത്. ഇതൊന്നും അതെല്ലാം ഉണ്ടെങ്കിൽ അത് മായ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എന്തു ചെയ്യും? സങ്കടപ്പെടും. ശോ, അവിടെ ഒരു കുട്ടി മരിച്ചു പോയിട്ടോ. കുട്ടി മരിച്ച സങ്കടം തന്നെയാ. ദേ ഇവിടെ കത്തി എരിഞ്ഞു പോയിട്ടോ, ഇവിടെ നാശനഷ്ടം വന്നു എന്നെല്ലാം പറയുമ്പോൾ അയ്യോ അയ്യോ എന്ന് നമ്മൾ പറയണത് എങ്ങനെയാണെന്നറിയാമോ? TV-യിൽ കണ്ടിട്ടില്ലേ? ഒരുത്തനെ പിടിച്ചോണ്ട് വരും, അവനെ മലത്തിയാ കടത്തും, എന്നിട്ട് ചവിട്ട് വെച്ച് കൊടുക്കും, എന്നിട്ട് ഇസ്തിരിപ്പെട്ടിയും കൊണ്ട് ഇങ്ങനെ അവൻ്റെ മേത്തൊക്കെ തീ വയ്ക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കും. അയാൾ കിടന്ന് പെടയും. നമുക്ക് വിഷമം തോന്നും. എന്ത് 10 മിനിറ്റ് കഴിഞ്ഞ് അവന് കിട്ടുന്ന കാൽസ്യം എടുത്തോണ്ടാവും പോയി. ഒന്നും തന്നെ അവൻ്റെ മേത്ത് സംഭവിച്ചിട്ടില്ല. അതുപോലെ ഈ ഇവിടെ കാണുന്ന നമ്മൾ അയ്യോ അയ്യോ എന്ന് വിചാരിക്കുന്നത് ഇതെല്ലാം മായ കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ചു. എന്നിട്ടോ കക്ഷി എവിടെയാ കയറിയിരിക്കണേ? ഊർണനാഭിയെ പോലെ തന്നെ ഈ ജഗത്തിന്റെ ഉള്ളിൽ തന്നെ എന്തിനെല്ലാം സൃഷ്ടിച്ചോ അതിൻ്റെ എല്ലാം ഉള്ളിലും അതിൻ്റെ എല്ലാം പുറത്തും എല്ലാ ദിക്കിലുമായിട്ട് ഒരു മൂടി ഉണ്ടാക്കി മായ കൊണ്ട്. ആ മായ കൊണ്ടുള്ള മുഖം മൂടി ഇട്ടിട്ട് നടക്കുക. അപ്പം നമ്മൾ നോക്കിയാൽ കാണുമോ ഈശ്വരനെ? ഇല്ലാത്ത ഒന്നും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത ഒരു മുഖം മൂടിയും ധരിച്ച് നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാണുക? ഈ കാരണം കൊണ്ടാണ് എല്ലാ ദിക്കിലും സർവ്വവ്യാപിയായിരിക്കുന്നതായ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇനി ഇതിങ്ങനെ സർവ്വവ്യാപിയാണെന്നുള്ളതിനൊക്കെ എന്തെങ്കിലും പ്രമാണം വേണമല്ലോ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത്. ഈ ജഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശനാൽ ആവസിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ തന്നെ തദേജതി തന്നൈജതി തദ്ദൂരേ തതു അന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. തജേതതി, ഏത്? ആ ബ്രഹ്മം എന്ന് പറയുന്ന ശക്തി അത് ഇളകണു. തന്നേജതി, അത് ഇളകണില്ല. തദ്ദൂരേ, അത് വളരെ ദൂരെയാണ്. തതു അന്തികേ, അത് നമ്മുടെ അടുത്ത് തന്നെയാണ്. തത് അന്തരസ്യ സർവസ്യ, എല്ലാത്തിൻ്റെയും ഉള്ളിലാണ്. തതു സർവസ്യാസ്യ ബാഹ്യത, എല്ലാത്തിൻ്റെയും പുറത്തുമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞതാണെങ്കിൽ ശിവപ്രിയ മാതാജിക്ക് കിറുക്കാണ്. എവിടെ കുതിരവട്ടം എവിടെയെങ്കിലും അവിടെ കൊണ്ടേ ഒന്ന് കെട്ടിയിടേണ്ടി വരും എന്ന് പറയും. പക്ഷെ ഞാനല്ല ഇത് പറഞ്ഞത്. ഉപനിഷത്ത് പുരുഷന്മാർ പറഞ്ഞത് കൊണ്ട് അവരെ ആരും പിടിക്കാനും കെട്ടാനും ഒന്നും സാധ്യമല്ല. ഇനി സവൈദ്യേക ശുക്രമകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം, വേറെയൊരു മന്ത്രം. ഇതെല്ലാം സൂചിപ്പിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് നമുക്ക് അറിയാവുന്ന സംസ്കൃത ഭാഷയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭൂതങ്ങളുടെയും ഉദ്ഭൂതമായിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഹൃദ്ദേശേ, ഹൃദയദേശത്തിൽ ഭഗവാൻ വസിക്കുന്നുണ്ട്. ഉള്ളിലും വസിക്കുന്നുണ്ട്, പുറമേയും വസിക്കുന്നുണ്ട്, എല്ലാ ദിക്കിലും വസിക്കുന്നുണ്ട്. എന്നാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ മുഖം മൂടി ഇട്ടിട്ടാണ് നടക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു ചെപ്പിടി വിദ്യ, ജാലവിദ്യ പോലെയാണ് ഭഗവാൻ കാണിക്കുന്നത്. ചെപ്പിടി വിദ്യയിൽ പണ്ട് ഒരു 45
45 വർഷം മുൻപ് ഒരു PC സർക്കാരിന്റെ ഇന്ദ്രജാലം ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിരുന്നു അദ്ദേഹത്തിന്. ഒരു ശവപ്പെട്ടി പോലെ ഒരു വലിയ പെട്ടി കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ആ പെട്ടി അങ്ങോട്ട് തുറന്നു കാണിച്ചു തന്നു. പെട്ടി എല്ലാവരും നല്ലോണം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് നല്ല ഈ പളന്ന് മിന്നണ ഇപ്പോഴത്തെ സാരി ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാ ദിക്കിലും മിന്നണ സാരി, ആ മിന്നണ സാരി ഉടുപ്പിച്ച് ഒരു പെണ്ണ് ചുണ്ടൊക്കെ ചൊമ്പിച്ച് ഒരു പെണ്ണിനെ ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് വെച്ചു. എന്നിട്ട് പെട്ടി മൂടിയിട്ട് പൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? മരപ്പെട്ടി തൊട്ടു നോക്കി ഞങ്ങളൊക്കെ മരപ്പെട്ടി. എന്നിട്ട് ഒരു അറക്കവാള് കൊണ്ടുവന്ന് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. ശോ ഈശ്വരാ, അതിൻ്റെ ഉള്ളിലുള്ള പെണ്ണ് കഷ്ടം, നമുക്ക് വിഷമം തോന്നും. മുറിച്ചിട്ട് ഒരു പകുതി അങ്ങോട്ടും തള്ളി ഒരു പകുതി ഇങ്ങോട്ടും തള്ളി, ഇടയിൽ കൂടി ചോര വരണ്ടോന്നൊക്കെ ഞങ്ങൾ നോക്കി. ചോര ഒന്നും കാണാനുമില്ല. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിനെ ഇങ്ങോട്ടും നീക്കി ഇതിനെ ഇങ്ങോട്ടും നീക്കി രണ്ടിനും കൂട്ടി ചേർത്തു. പൂട്ട് തുറന്നിട്ട് ദേ ആ പെണ്ണ് സുന്ദരിയായിട്ട് ഇറങ്ങി വന്നേക്കണു. ഇതാണ് ഭഗവാൻ ചെയ്യണ ലീല. ഇപ്പം ഈ ലീല ഇതിങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും കണ്ടോ നല്ല രസം. ഇതെപ്പോഴാണ് നമ്മൾ രസമാണെന്ന് മനസ്സിലാക്കണത്? ആദ്യം മുറിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നിയില്ലേ? പിന്നീടല്ലേ മനസ്സിലായുള്ളൂ. അതുപോലെ അജ്ഞാനത്തില് അന്ധകാരത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ദുഃഖങ്ങള് സുഖങ്ങള് ഒക്കെ ഉണ്ടാവണത്. അല്ലെങ്കിൽ വാസ്തവത്തിൽ ഇവിടെ സുഖവുമില്ല ദുഃഖവുമില്ല. ഇത് മനസ്സിലാക്കിയവർക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കണം. അപ്പോ ഭഗവാൻ നമ്മളെ എല്ലാവരെയും സൂര്യനെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, വായുവിനെ സൃഷ്ടിച്ചു, അഗ്നിയെ സൃഷ്ടിച്ചു, യമധർമ്മരാജാവിനെ സൃഷ്ടിച്ചപ്പോ അവൻ ഓരോ ഡ്യൂട്ടി കൊടുത്തത് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? അതുപോലെ വളരെയധികം ആഗ്രഹത്തോടുകൂടി വളരെയധികം ഉത്സാഹത്തോടുകൂടിയാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. ഈ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ മറന്നുപോയില്ല അവന് ഡ്യൂട്ടി കൊടുക്കാൻ. സൃഷ്ടിച്ചപ്പോൾ തന്നെ, ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യഗണങ്ങളുടെ സൃഷ്ടിയുടെ ഉദ്ദേശം സാധാരണ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചതുപോലെ അല്ല. ഈ മനുഷ്യൻ എന്തു വേണം? ധാർമ്മികമായ രീതിയിൽ പണം സമ്പാദിക്കണം. പണം സമ്പാദിച്ച് അവന് നിറയെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങളെല്ലാം അവൻ തീർക്കണം. ആഗ്രഹങ്ങൾ തീർത്തതിന് ശേഷം അവനങ്ങനെ അടുത്ത ആഗ്രഹം എന്നും പറഞ്ഞ് പോയി തുടങ്ങുകയാണെങ്കിൽ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് 89 വർഷവും 4 മാസവും 3 ദിവസവും 2 മണിക്കൂറും 3 മിനിറ്റും 1 സെക്കൻഡും. ആ സമയം വരുമ്പോൾ യമധർമ്മരാജാവ് വന്ന് ഞൊട്ടിക്കൊണ്ടു പോവും. ആ സമയത്തിൽ നമ്മൾ ഈ ആഗ്രഹങ്ങൾ തന്നെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ യമധർമ്മരാജാവ് കൊണ്ടുപോവും. നിശ്ചയം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ശക്തി പറയും, ഇവൻ ധാർമ്മികമായ രീതിയിൽ പണം സമ്പാദിച്ചു, ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാനൊരു കടമ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എൻ്റെ അടുത്തേക്ക് ഓടി വരണം. കാരണം ഈ മനുഷ്യനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവനാണ് 6th സെൻസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. 5 സെൻസസ് മാത്രമല്ല 6ാമതൊരു ഇന്ദ്രിയം കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ബുദ്ധി ആലോചിച്ച് നോക്കി ഈശ്വരനെ കൊണ്ട് ഈശ്വരാ എന്നുള്ളതായ ചിന്തയോടുകൂടി ഇരിക്കണം അവസാന കാലത്ത്. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആശയാഗ്രഹങ്ങളോടുകൂടിയാ പോണേന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇനി ഒരു ജന്മം കൂടി ആയിക്കോളോ, ഒരു കുഴപ്പമില്ലല്ലോ, ആയിക്കോട്ടെ. അപ്പോൾ ആ ജന്മം കൂടി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആശകളായി ആഗ്രഹങ്ങളായി ആ ആഗ്രഹം ഈ ആഗ്രഹം ഒന്ന് കഴിഞ്ഞാൽ വേർന്ന് ഇങ്ങനെ നമ്മൾ പോകും. ആ ജന്മം അവസാനിക്കുമ്പോഴും നമ്മൾ ഭഗവാനെ ചിന്തിക്കണില്ല. ഭഗവാനെ ചിന്തിക്കും. ഈശ്വരാ, എൻ്റെ വീട്ടിലൊരു പശുണ്ടേ, അത് ചെനപ്പിടിക്കണില്ലല്ലോ, അതൊന്ന് ചെനപ്പിടിക്കണേ ദൈവമേ. അപ്പോൾ ദൈവത്തിനെ വിചാരിക്കും. അപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ചെനയുണ്ടായിട്ട്, ഈശ്വരാ അത് പ്രസവിക്കണത് പശുക്കുട്ടിയായിരിക്കണേ. പശുക്കുട്ടിയെ പ്രസവിച്ചോ? അപ്പോഴും ഭഗവാൻ ദൈവമേ അതൊരു നല്ലോണം എത്രയും പാല് കറന്നു തരാനും പാകത്തിന് അത്രയും പാലുണ്ടാവണേ. അവിടെ പോയി നമ്മൾ വിചാരിച്ചത്ര പാല് കിട്ടിയില്ല. അപ്പം നമ്മൾ ചോദിക്കണത് എല്ലാം ഭഗവാൻ തരണില്ല. നമ്മൾ ഇങ്ങനെയുള്ളതായ ഓരോ നിസ്സാരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ വിളിക്കണതല്ലാതെ ഈശ്വരാ എന്നുള്ള ചിന്തയോടുകൂടി മറ്റൊരു ചിന്തയും മനസ്സിലില്ലാതെ ഇരിക്കണ സമയത്താണ് നമ്മുടെ അവസാന കാലം വരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ ഭൂമിയിൽ വരേണ്ടി വരില്ല. ഭഗവാൻ നമ്മളെ കെട്ടിപ്പിടിക്കും. ഇനി ഞാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടില്ല എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ നിശ്ചയത്തിനെ ഈ
സൂര്യൻ എന്നും ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. വായു എന്നും എല്ലാ ദിക്കിലും പരക്കുന്നുണ്ട്. അഗ്നി ഏത് നേരവും പൊള്ളുന്നുണ്ട്. യമധർമ്മരാജാവ് കൃത്യമായിട്ട് തൻ്റെ ധർമ്മം ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യൻ ഒരുത്തൻ മാത്രം അവൻ്റെ ഡ്യൂട്ടി മുഴുവനാക്കണില്ല. 3 ധാർമ്മികമായ രീതിയിൽ, അത് ചിലരൊക്കെ അധാർമികമായ രീതിയിൽ ചെയ്തു എന്ന് വരും. എന്നാലും ക്രമത്തിൽ അവർ ധാർമ്മികന്മാരായി തീരും കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ഒരാൾ അധർമ്മം കാണിച്ചാൽ, ഒരാൾ അക്രമം കാണിച്ചാൽ, ഒരാൾ നുണ പറഞ്ഞാൽ, ഒരാൾ ചതി, ദ്രോഹം, വഞ്ചന, എല്ലാറ്റിനേക്കാളും വലുത് പാരവെപ്പ്, അത് നടത്തിയാൽ ബാക്കി എല്ലാം ഭഗവാൻ ക്ഷമിക്കും കേട്ടോ. ഈ പാരവയ്ക്കണ പരിപാടി ഭഗവാന് തീരെ സഹിക്കില്ല. അതെല്ലാം ചെയ്താലും ശരി, കുറേ നാള് ദ്രോഹിച്ചിട്ടും കൊന്നിട്ടും ആക്രമിച്ചിട്ടും പാരവെച്ചിട്ടും ഇങ്ങനെ ദ്രോഹം, വഞ്ചന, ചതി ഇതെല്ലാം നടത്തിയിട്ടും കുറേ നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ ജന്മം കഴിയുമ്പോൾ മനുഷ്യന്മാര് എന്തായി മാറും? സജ്ജനങ്ങളായി മാറും. ഈ ദുർജനങ്ങളായിരുന്നവർ തന്നെ അവരിങ്ങനെ ക്രമേണ 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 ശരീരം മാറുമായിരിക്കും, അവർ സജ്ജനങ്ങളായിട്ട് മാറിക്കോളും. അപ്പം നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെ ഈ മനുഷ്യന്മാർ ക്രമത്തിൽ കുറേശ്ശെ ആയിട്ട് മേപ്പോട്ടേക്ക് വരും. മേപ്പോട്ടേക്ക് വന്നിട്ട് ഒരു കാലം വരുമ്പോൾ അവൻ ഈ ആശയാഗ്രഹങ്ങളെല്ലാം മതി, ഇനി ഈ ആഗ്രഹം, ഇനിയുള്ള കാലം നമ്മൾ എന്തു വേണം? ഈശ്വര, ഇനിയുള്ള കാലം ഞാൻ കുറേ എന്തൊക്കെയോ സമ്പാദിച്ചു, കുറേ എന്തൊക്കെയോ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഈശ്വരാന്ന് ചിന്തിച്ചിരിക്കാൻ പോവുകയാണ്. ഭഗവാൻ എന്നെ വിളിക്കട്ടെ, കൊണ്ടുപോകട്ടെ എന്നുള്ളതായ ഒരു തോന്നൽ ഈ മനുഷ്യന്മാർക്ക് നമുക്ക് തന്നെ ഉണ്ടാകും. ഇപ്പം തന്നെ ഇവിടെ നിറയെ പേർക്ക് ആ ചിന്തയുള്ളവരുണ്ട് കേട്ടോ. എനിക്ക് വയസ്സായി, ഞാൻ എന്തെല്ലാമോ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഈശ്വര ചിന്തയിലിരിക്കണം എന്ന് വിചാരിക്കും. അപ്പോണ്ടോ ഭഗവാൻ സമ്മതിക്കണോ? ഈശ്വര ചിന്തയിൽ ഇരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കണേ ഉള്ളൂ. കക്ഷി എന്തും കൊണ്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കണത്? മായ കൊണ്ട്. എന്തിനു വേണ്ടി? ലീലയാ. അത് രണ്ടും നമ്മൾ മറക്കരുത്. ഈ മായ കൊണ്ട് തമാശയ്ക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മളെല്ലാവരും ഈശ്വര എന്നുള്ള ചിന്തയിലിരുന്നോണ്ട് മോക്ഷം കിട്ടിപ്പോയാൽ പിന്നെ ഭഗവാൻ ആരുടെ കൂടെ കളിക്കും? ഭഗവാന് കളിക്കാൻ ആൾക്കാർ വേണ്ടേ? അതിനു വേണ്ടി എന്ത് ചെയ്യും? കക്ഷി അങ്ങേ അറ്റം പരിശ്രമിച്ച് ഈ മായയുടെ ഉള്ളിൽ നമ്മളെ പെടുത്തും. അപ്പം നമ്മൾ എന്ത് വേണമെന്നറിയാമോ? അങ്ങനെയുണ്ടോ ഒരു ഈശ്വരൻ? ഞാൻ മായയിൽ പെടാൻ ഉദ്ദേശിക്കണില്ല. എനിക്ക് ഈ ഭഗവാൻ ഇതൊന്നും വേണ്ട. എനിക്ക് ഈ ആടയാഭരണങ്ങൾ വേണ്ട. എനിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണം വേണ്ട. എനിക്ക് പണം വേണ്ട. എനിക്ക് പ്രതാപം വേണ്ട. ഇതൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഭഗവാനെ മാത്രം മതി എന്ന് ഉറച്ച ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ മായ ഇളകും കേട്ടോ. അവൻ പേടിക്കും. ഒരു കഥയുണ്ട്. ഏത്? മുഹമ്മദ് നബിയുടെ ശിഷ്യനാത്ര അഹമ്മദ് എന്ന് പറഞ്ഞ് ഒരു മുസൽമാൻ. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം ജീവിതകാലം ആദ്യമേ മുതൽക്ക് പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ആദ്യമേ മുതൽക്ക് തന്നെ അയാൾക്ക് ഈ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനമായാൽ ഈ മുഹമ്മദ് നബിയെ പോലെ തന്നെ ഈശ്വര ചിന്തയിൽ അങ്ങനെയുള്ള ഒരാളായി മാറി. അവസാനം മരണം വരും. ആർക്കായാലും മരണം വരുമല്ലോ. ഈ ശരീരത്തിന് പാപം സംഭവിക്കുമല്ലോ. ശരീരം പതിക്കാറായപ്പോൾ അയാളിങ്ങനെ കിടക്കുക കേട്ടോ. അഹമ്മദ് കിടക്കുക. അപ്പോൾ ശിഷ്യഗണങ്ങളൊക്കെ നാല് ചുറ്റും നിൽക്കുകയാണേ. ഈ ഗുരുവിൻ്റെ അവസാനത്തെ വാക്കെന്ത്, അവസാനം എന്താ പറഞ്ഞത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അഹമ്മദ് എന്താ പറഞ്ഞതെന്നറിയാമോ? അഭിനഹി 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 എന്നിങ്ങനെ പറയുക. ഇപ്പോഴും ആയിട്ടില്ല എന്ന്. അപ്പോൾ ശിഷ്യന്മാർക്ക് എന്താ ഇദ്ദേഹം ഈ പറയണത്? മരിക്കാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ ബോധത്തോടെ ആയിരിക്കും, ചിലപ്പോൾ ബോധം ഇല്ലാണ്ടായിരിക്കും. എന്താ പറയണത് ഗുരു? എന്താ പറയണത് അഭിനഹി എന്ന് പറഞ്ഞ? അതോ ഇവിടെ എൻ്റെ അടുത്ത് ചെയ്ത്താൻ വന്ന് നിൽക്കണുണ്ട്. ചെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ആരാ? മായ. ചെയ്ത്താൻ, അവർ ചെയ്ത്താൻ എന്ന് പറഞ്ഞത് നമ്മുടെ മായയാണ്. ചെയ്ത്താൻ വന്നടുത്ത് നിന്നിട്ടെ, എടാ അഹമ്മദേ, നീ രക്ഷപ്പെട്ടു കേട്ടോ, എൻ്റെ പിടിയിൽ നീ വീണില്ല, നീ രക്ഷപ്പെട്ടു എന്ന് പറയണു. ആയിട്ടില്ല, ഇനി 1-2 ശ്വാസം കൂടി ബാക്കിയുണ്ട്, അതും കൂടി തീർന്നാലേ പറയാൻ പറ്റുള്ളൂ. അതിനിടയിൽ നീ കയറി വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അഭിനഹീം മരിച്ചു. അപ്പോൾ അഹമ്മദ് മായയുടെ പിടിയിൽ പെടാതെ മരിച്ചു. തീർച്ചയാണ് ആ കാര്യം. അതുപോലെ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, അവസാന നിമിഷം വരേക്കും ഈ മായ നമ്മളെ കൊടുക്കും. എന്തിനാ? വേറെ ഒന്നിനുമല്ല, ഭഗവാൻ ലീലയാ, തമാശയായിട്ട്.
അപ്പൊ ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ മായ എന്ന് പറഞ്ഞാൽ എന്ത്, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്ത്, ഇത് മൂന്നും അറിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ചതുർവിധ ഭക്തന്മാരെ പറ്റി പറയാനായിട്ട്. അപ്പോൾ അതിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായി. ഇനി ആരാ ഭക്തൻ? യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറയുന്നവൻ ഭാഗവതത്തിൽ തന്നെ ഏകാദശത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ നവയോഗി, നാളെ പറയും നവയോഗി, ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോണില്ല കേട്ടോ. നവയോഗികളുമായിട്ട് ചക്രവർത്തി സംസാരിക്കുന്നുണ്ട്. ഒരു 9 ചോദ്യം ചോദിക്കും. അതിലെ ഹരി എന്ന് പറഞ്ഞ 2-ാമത്തെ ഇയാളുണ്ടല്ലോ, യോഗി ഉണ്ടല്ലോ, അദ്ദേഹം നിമി ചക്രവർത്തിയോട് ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാണ് 2-ാമത്തെ അധ്യായത്തിലെ 51 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പൊ നോക്കി വേണമെങ്കിൽ നാളെ നോക്കി വരാമല്ലോ. അതിൽ പറയുന്നുണ്ട്, ആരുടെ ഹൃദയമാണോ ഭഗവാന്റെ പാദങ്ങളിൽ പ്രണയ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് അവനാണ് ഭക്തൻ എന്ന് പറഞ്ഞൊരു 5-6 ശ്ലോകം. എന്തൊരു ഭംഗിയാണെന്നറിയാവോ? അതിൽ പറഞ്ഞിട്ടുണ്ട് അവനാണ് ഭക്തൻ. ഇവിടെ ഞാൻ പറയണ ഭക്തൻ ആരാന്നറിയാമോ? ഭഗവാൻ തന്നേക്കണ ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മത്തിനെ വേണ്ടവണ്ണം ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണവനാണ് ഭക്തൻ. ഭഗവാൻ പറഞ്ഞേക്കണത് എന്താ? അവസാന സമയത്തിൽ എൻ്റെ അടുത്തേക്ക് വരണം, എന്നെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം, അവനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആരുടെ ഹൃദയമാണോ ഭഗവാന്റെ പാതാരബിന്ദങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് പ്രണയക്കയറുകൊണ്ട്, പ്രേമക്കയറുകൊണ്ട്, നാരദ ഭക്തി സൂത്രത്തില് അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമ സാതു പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച. പരമപ്രേമരൂപയാണ് ഈ ഭക്തി എന്ന് പറയുന്നത്, അമൃതസ്വരൂപയാണ്. ഈ ഭക്തിയെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ഈ പ്രേമക്കയറുകൊണ്ട്, പ്രണയക്കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നവൻ ആരാണോ അവനാണ് ഭക്തൻ. അപ്പൊ ഭക്തൻ ആരാണെന്ന് അറിയാം. ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണ് മായ. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ഇപ്പൊ കേട്ടപ്പോൾ കുറച്ച് മനസ്സിലായിട്ടുണ്ട്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരമല്ല, മമ മായ ദുരത്യയാ, അതിനെ കടന്നു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാകട്ടോ. ഞാൻ നല്ലോണം കണക്കാക്കിയിട്ട് തന്നെയാണ് നിങ്ങളെ മായയിൽ പെടുത്തിയേക്കണത്. കാരണം മായ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയാൽ എനിക്ക് കളിക്കാൻ ആളുണ്ടാവില്ല. മായ വിട്ട് പുറത്തേക്ക് പോയി ഭഗവാനെ അങ്ങോട്ട് ശരണം പ്രാപിച്ചാൽ നിങ്ങളെ ഞാൻ പിന്നെ കളിപ്പിക്കില്ല എന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മായ പൊതുവെ പറഞ്ഞാൽ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയാറുള്ളത്, ഒരാൾ വൈകുന്നേരം കേട്ടോ സന്ധ്യ ആയിട്ടുണ്ട്, നല്ലോണം ഇരുട്ടിയിട്ടും ഇല്ല വെളിച്ചോട്ടില്ലേനും, ആ സമയത്ത് കൂടി വഴി കൂടി പോകുമ്പോൾ അയാൾ പെട്ടെന്ന് അയ്യോ ദേ ഒരു പാമ്പ് കിടക്കണം. ആ പാമ്പ് കിടക്കണതല്ല അയാൾ കണ്ടതല്ല, ഉടനെ തന്നെ ഓട്ടം പിടിച്ചു ഓടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു കുഴിയിൽ വീണു, കാലൊടിഞ്ഞു. എന്നിട്ട് അയ്യോ പത്തൊന്നിൽ ഒളിച്ചു. അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടി, എന്താ ദേ അവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ, ഞാൻ അതിൽ ആ പാമ്പ് കടിക്കാൻ വന്നതാ, ഞാൻ വീഴാൻ പോയതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൾക്കാർ ഒന്ന് ടോർച്ച് കൊണ്ടൊന്ന് നോക്കിയപ്പോ ശരിക്കും പാമ്പ് പോലെ തന്നെ ഇങ്ങനെ പത്തിയൊക്കെ ഉണ്ട്, ഇങ്ങനെ കിടക്കണു. എന്നിട്ടിപ്പോ എന്നാ അതാ പാമ്പ് ഇളകണില്ല, ഇതെന്താ അത് ഇളകാത്തത്? ഒരു കോൽ കൊണ്ടൊന്ന് തോണ്ടി നോക്കിയപ്പോഴേ അതൊരു കയറിന്റെ കഷ്ണ. പാമ്പല്ല വാസ്തവത്തില്, പാമ്പാണെന്ന് തോന്നിയതാ ഇയാൾക്ക്, ഇരുട്ടത്തെ നല്ലോണം വെളിച്ചില്ലാത്തതുകൊണ്ട്. അപ്പോ ഇതിനാണ് രജ്ജുസർപ്പന്യായം എന്ന് പറയുക. രജ്ജുവില് സർപ്പമാണെന്ന് വിചാരിച്ചിട്ട് ഓടി. ഇതിപ്പോ വാസ്തവത്തിൽ നമ്മുടെ കഥാനായകന്റെ കാലൊടിഞ്ഞതിന് കയറാണോ കാരണം, കുഴിയാണോ കാരണം, അതോ സന്ധ്യാസമയമായതുകൊണ്ടാണോ, അതോ അവന്റെ തലയിലെഴുത്താണോ? എന്ത് കാരണം കൊണ്ടാ? ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മായയിലെപ്പെട്ട് ഇങ്ങനെ ആവണത്. എന്താ കാരണം എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ ഓരോരുത്തരും ഓരോ തരത്തിൽ കൂടി പറയും, ആ കാരണമാണ് ഈ കാരണമാണെന്ന്. അപ്പൊ അങ്ങനെ ഇതാണ് വാസ്തവത്തിൽ മായ. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് തോന്നും, ഉള്ളത് അതല്ല വേറെ ഒന്നൊന്ന് തോന്നിക്കും. ഇങ്ങനെ കളിപ്പിച്ച ചെപ്പടി വിദ്യ, ജാലവിദ്യ കളിപ്പിക്കുകയാണ് ചെയ്യണത് ഭഗവാൻ നമ്മളെ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ കളിക്കാൻ നിന്ന് കൊടുക്കുവോ? ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക, എന്നെ കളിയാക്കിക്കൊണ്ട് 2-3 നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അവരങ്ങനെ ഇവരിങ്ങനെ കളിയാക്കുകയെന്ന് വിചാരിക്കുമോ? എന്നെ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. എന്താ അവിടെ ഇത്ര പേരുത്ത്, എന്താ നിങ്ങൾ പറഞ്ഞ? എന്നെ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ നിർത്തിപ്പൊരിക്കും, ഞാൻ ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വതേ തന്നെ ഞാൻ ഒന്നിനും പോവില്ല, മിണ്ടാതിരിക്കും. എന്നെ ആരെങ്കിലും തോണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ
ഒരു സന്യാസി അത് പറയാൻ പാടില്ല കേട്ടോ. ആര് തോണ്ടിയാലും മാന്തിയാലും മിണ്ടാതെ കേട്ടിട്ട് അയാളുടെ ഇഷ്ടം, അയാളായിക്കോട്ടെ, അയാൾ തിന്നോട്ടെ, എൻ്റെ പാപങ്ങളും കൂടി അയാൾ ഭക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കണം. പക്ഷെ ആ കൂട്ടത്തിൽ അല്ല എന്ന് പറയരുത്. ഇപ്പൊ കുറേശ്ശെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരേക്കും എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സത്യാവസ്ഥ ഇല്ലെങ്കിൽ ഞാൻ തൊലിച്ചു നിർത്തും. അപ്പോ ഇവിടെ എന്തു പറഞ്ഞോണ്ടാ വന്നത്? സംഗതി പോയില്ലോ. അപ്പോൾ മായയിൽ പെടുത്തി നമ്മളെ ഇതാക്കാനായിട്ട് ഭഗവാൻ ശ്രമിക്കും. നമ്മൾ മായയിൽ പെട്ടുപോവരുത്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്? മനസ്സ് എന്ന് പറഞ്ഞാൽ എന്ത്? എന്നിട്ട് വേണം ചതുർവിധ ഭക്തന്മാരെ പറ്റി പറയാൻ. അവരുടെ മനസ്സ് നമ്മുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അനുസരിച്ചിട്ട് വേണം നമ്മുടെ മനസ്സിനെ മാറ്റാൻ. എന്നാലേ നമ്മൾ സുഹൃത്തുക്കളായ ഭക്തന്മാരാവുള്ളൂ. എന്നാലേ ഒരടിയെങ്കിലും മുൻപോട്ട് വെക്കാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ മോക്ഷമുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ഈ എല്ലാ കൊല്ലാകൊല്ലം സത്രം വരണത് പോലെ പിന്നെയും ഇങ്ങോട്ട് വരേണ്ടി വരും നമുക്ക്. അപ്പോൾ ഈ മനസ്സ് എന്നാൽ എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സുണ്ട്. ഓരോരുത്തരുടെ മനസ്സ് ഓരോ തരത്തിലാണ്. അത് ഇപ്പോഴുള്ള മനസ്സല്ല, കുറച്ച് കഴിഞ്ഞാൽ. ഇതെന്താ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ, എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ മായയാലാണ്. അപ്പൊ മനസ്സിനെ മാത്രം എന്തെങ്കിലും സാധനം കൊണ്ട് സൃഷ്ടിക്കുവോ? ആ മനസ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തകളുടെ സമാഹാരമാണ്. തോട്ട്സ്, ചിന്തകളുടെ കൂട്ടമാണ് മനസ്സ് എന്ന് പറയുന്നത്. ഈ ചിന്ത എവിടുന്നാ വരുന്നത്? ചിന്ത വരുന്നത് നമ്മളുടെ ശീലം, സ്വഭാവം, സംസ്കാരം, വാസന, ഇങ്ങനെ പോകും. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇപ്പൊ ഇതാണ് ആദ്യത്തെ ജന്മം എന്ന് വിചാരിച്ചോളൂ. ഇതിനു മുമ്പ് കുറേ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇതാണ് ആദ്യത്തെ ജന്മെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ ആദ്യത്തെ ജന്മം എന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെയല്ല. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ശീലങ്ങളും ഇല്ല, ഒന്നുമില്ല. കിടന്ന് കരയും. അതിന് വല്ല പാല് വേണമെങ്കിൽ കരയും. അത് പാല് കുടിച്ചു കഴിഞ്ഞാൽ അത് മൂത്രവിസർജനം നടത്തും, മലവിസർജനം നടത്തും, ഉറങ്ങും. ഇതല്ലാതെ ആ കുട്ടിക്ക് വേറെ പ്രത്യേക ശീലങ്ങളൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ വായിൽ വിരൽ വയ്ക്കുക. അതിങ്ങനെ തുടങ്ങണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിന് വിശക്കുണ്ടാവും. അപ്പൊ വിശക്കണ സമയത്തോ ദാഹിക്കണ സമയത്തോ വേണ്ടത്ര പാലോ വെള്ളമോ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിങ്ങനെ വിരൽ വായിൽ വെക്കുക. എന്നിട്ട് അതിങ്ങനെ ചപ്പി കുടിക്കുന്ന ശീലം സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അമ്മമാരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വായിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ ആ വിരൽ മാറ്റിയിട്ട്, അല്ലെങ്കിൽ മോണ പൊന്തും, പല്ലു പൊന്തി വരും, കുട്ടിക്ക് സൗന്ദര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടിയുടെ വിരലിനെ മാറ്റി വിടും. ഈ ശീലം ഉണ്ടല്ലോ, ഇത് നമ്മൾ മാറ്റിയില്ലെങ്കിൽ 15 വയസ്സായാലും 16 വയസ്സായാലും എന്നും പറഞ്ഞ് വിരൽ കുടിച്ചോണ്ട് നടക്കും. അത് പിന്നെ മാറ്റാൻ 16 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 18 വയസ്സിന് ശേഷം മാറ്റാൻ പറഞ്ഞാൽ അത് പെട്ടെന്ന് മാറില്ല. അത് സ്വഭാവമായി, ശീലം സ്വഭാവമായി. ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ വേണ്ടാത്തതൊന്നും പറയരുതല്ലോ വെച്ചിട്ടാണ് കള്ളുകൂടി ചാരായം കൂടി എന്നൊക്കെ പറയണത്. ആദ്യം ഒന്ന് തൊട്ട് നക്കി നോക്കി, അത് കഴിഞ്ഞ് ഒന്നോടെ നക്കി നോക്കി, അത് കഴിഞ്ഞ് കുറേശ്ശെ കുടിച്ചു നോക്കി, അത് കഴിഞ്ഞത് ശീലം സ്വഭാവമായി. സ്വഭാവം നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴേക്കും സംസ്കാരമാവും. മരിച്ചു പോയാലോ അത് വാസനയായിട്ട് നമ്മുടെ പിന്നാലെ അടുത്ത ജന്മത്തേക്ക് വരും. അപ്പോ ഇപ്പൊ നമ്മളുടെ ഈ ചിന്തകളുണ്ടല്ലോ, മനസ്സിലെ ചിന്തകള് എന്തൊക്കെ കൂടി ചേർന്നതാ? ഇതിന് മുൻപിലത്തെ ജന്മങ്ങളിലുണ്ടായ ശീലങ്ങള്, സ്വഭാവങ്ങള്, സംസ്കാരങ്ങള്, വാസനകള്. പിന്നത്തെ ജന്മത്തിൽ വന്ന ശീലങ്ങള് അതും വരുമല്ലോ. അങ്ങനെ വന്ന് കട്ടികൂടി അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ചിന്തകള്. ഈ ചിന്തകളെ ഒന്നേന്നൊന്ന് വിടർത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ ചിന്തകളുടെ കൂട്ടമാണ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്. ഈ ചിന്തകളുടെ കൂട്ടത്തിൽ നിന്ന് ചാവാറാവുമ്പോഴേക്കും, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം തീർത്തതിന് ശേഷം മരിക്കാറാവുമ്പോഴേക്കും ഈ ചിന്തകളെ എല്ലാം ഓരോന്നാക്കി കളഞ്ഞ് അതിലേക്ക് ഈശ്വര ചിന്ത കയറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഈ ചിന്തകളെ എങ്ങനെ പെട്ടെന്നെടുത്ത് മാറ്റാൻ പറ്റില്ല നമുക്ക്. എത്രയോ ജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവം, വാസന രൂപത്തിൽ വന്നേക്കണതാണ്. ഈ ജന്മം പോരാത്തതിന് കൂട്ടിയുണ്ടാക്കിയിട്ടുമുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ ചുറ്റുപാട്, പരിതസ്ഥിതികൾ, അങ്ങനെയുള്ളതായ കാര്യങ്ങളും എല്ലാം അതിലേക്ക് ഇടപെടും. ഇതെല്ലാം വന്നിട്ട് നമ്മളുടെ ചിന്തകളെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ വയ്യാണ്ട് കട്ടിപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ ചിന്തകൾ തന്നെ ചിലപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ വരും. ഒരു കഥ കേട്ടോളൂ. എനിക്ക് തോന്നുന്നതേ കുറേ പേരൊക്കെ ഉറങ്ങുന്നുണ്ടോ എന്തോ. അപ്പോൾ ഒരു കഥ കേട്ടോളൂ. ഈ ഇവിടെ നടന്നതല്ല കേട്ടോ, വൈകുണ്ഠത്തിൽ നടന്ന കഥയാ. ലക്ഷ്മി ഭഗവതി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത്, മുടിയൊക്കെ ചേക്കി, പൂവൊക്കെ ചൂടി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മഹാവിഷ്ണുവിന് മുമ്പിൽ വന്ന് നിന്നു.
മഹാവിഷ്ണു എന്ത് ചെയ്തു? ഇങ്ങനെ നോക്കി, ചുമ്മാ നോക്കിയുള്ളൂ കേട്ടോ, ഇങ്ങനെ നോക്കി. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളെ തന്നെ നമ്മൾ തുറിച്ച് നോക്കിയാൽ കുറച്ചു നേരം നമ്മൾ നോക്കി, പിന്നെയും നോക്കി, അപ്പോഴും നോക്കുക, പിന്നെയും നോക്കി. ഇതെന്താ അത് ഇങ്ങനെ നോക്കണേ? നമുക്ക് തോന്നുമോ ഇല്ലയോ? തോന്നും. ഇതെന്താ ഇയാൾ ഇങ്ങനെ നോക്കണേ? അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ഹേ എന്താ ഇങ്ങനെ നോക്കണേ ചോദിക്കും നമ്മൾ. അതേപോലെ ലക്ഷ്മി ഭഗവതിക്ക് മഹാവിഷ്ണുവിനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ, ഭർത്താവല്ലേ, എന്താ ഭഗവാൻ ഇങ്ങനെ എന്നെ തുറിച്ച് നോക്കണേ? ഇങ്ങനെ നോക്കാറ് പതിവില്ലല്ലോ. കക്ഷി എന്ത് ചെയ്തു എന്നറിയാവോ? പിന്നെ നോക്കി, ഇങ്ങനെ എന്നെ നോക്കി, പതുക്കെ ഒരു പുഞ്ചിരി. അതെന്താ ഇങ്ങനെ പുഞ്ചിരിക്കണേ നോക്കിയിട്ട്? അപ്പോഴും വേണ്ടിയില്ല. 3-ാം പ്രാവശ്യം ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കണേ? ഇങ്ങനെ തന്നെ നോക്കി നിന്നു. ഇത്രേ ചെയ്തുള്ളൂ. പാവം മഹാവിഷ്ണു ഒരു അക്ഷരം മിണ്ടിയില്ല. ലക്ഷ്മി ഭഗവതിയുടെ മനസ്സിൽ എന്താ ഉണ്ടായി എന്നറിയാവോ? അവരുടെ ചിന്തകൾ ഇങ്ങനെയായി നോക്കിയിട്ട്, അയ്യോ ഇതെന്താ, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാവണത്. മിനിഞ്ഞാന്ന് ഒരു ഗന്ധർവ സ്ത്രീ അതിൽ കൂടി പോയി നിന്നെ പോലെ തന്നെ ഉണ്ട്, കുറച്ചും കൂടി സൗന്ദര്യം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആ സ്ത്രീയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് എന്നെ നോക്കിയത്. അതുകൊണ്ടാണ് ഈ ചിരിയും ഈ നോട്ടമൊക്കെ. ഇപ്പോഴല്ലേ സംഗതി മനസ്സിലായത്. ആഹാ, ഞാൻ ഇത്ര പതിവ്രതയായിട്ടിരുന്നിട്ട് 24 മണിക്കൂർ നേരവും മഹാവിഷ്ണുവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെയും മനസ്സിൽ വിചാരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന എന്നോട് ഞാനല്ലാത്ത വേറെ ഒരു സ്ത്രീയെ മനസ്സിൽ വിചാരിച്ച് ചിരിച്ചില്ലേ? ഇദ്ദേഹത്തിൻ്റെ തല തെറിച്ചു ഭൂമിയിൽ വീഴട്ടെ എന്ന് പറഞ്ഞൊരു ശാപം ശപിച്ചു അത്രേ. ഭൂമിയിൽ വീഴട്ടെ പറഞ്ഞോ അതോ വൈകുണ്ഠത്തിൽ വീഴട്ടെ പറഞ്ഞോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വീണു, തല തെറിച്ച് വീണപ്പോഴേക്കും ദൈവമേ, എത്ര പതിവ്രതയായിരുന്നിട്ട് ഞാൻ ഒരു വിധവയായി പോയില്ലോ, എൻ്റെ ഭർത്താവും മരിച്ചു പോയില്ലോ എന്നും പറഞ്ഞ് കരഞ്ഞു അത്രേ. ഇതെന്ത് കഥയാ? ആര് കാരണം കൊണ്ടാ വിധവയായത്? ആര് കാരണം കൊണ്ടാണ്? അദ്ദേഹം ചിരിച്ചു. എന്താ ചിരിച്ചേ ചോദിച്ചു. ഒന്നുമില്ലല്ലോ, ചിരിച്ചില്ലെങ്കിൽ വേണ്ട അങ്ങോർക്ക് കിറുക്കാന്ന് വിചാരിച്ചു അങ്ങോട്ട് മാറിപ്പോവും. അത് തന്നെ. അങ്ങനെ സാധാരണ സ്ത്രീകളും ചോദിച്ചു, എന്താ ഇങ്ങനെ ചിരിക്കണേ, എന്താ ഇങ്ങനെ നോക്കണേ, എന്താ ഇങ്ങനെ? ഒന്നും മിണ്ടിയില്ലെങ്കിൽ കുറച്ച് ഒന്നും മിണ്ടണില്ലെങ്കിൽ അതാണ്ടോ എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഭഗവാന്മാരുടെ മഹാലക്ഷ്മിയുടെ മനസ്സ്. ഇനി വേറെ ഒരു കഥ കേട്ടോളൂ കേട്ടോ. കേട്ട് 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 മുഷിഞ്ഞ കഥയാ ധ്രുവന്റെ കഥ. ഞാൻ ധ്രുവന്റെ കഥ പറയണില്ല. ആ ധ്രുവന്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു. അവിടെ ഞങ്ങളുടെ ആശ്രമത്തിൽ 10-24 കൊല്ലമായി കുട്ടികൾ വരും. കുട്ടികൾക്ക് ധ്രുവന്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഇങ്ങനെ മുഖം വല്ലാതെ പാവം അച്ഛൻ്റെ വടിയിലിരിക്കാനായിട്ട് ആഗ്രഹിച്ചു പോയിട്ട് ഇളയമ്മ സമ്മതിച്ചില്ലല്ലോ എന്നുള്ള അതാ പറഞ്ഞ വിധമൊക്കെ കേട്ടപ്പോൾ അവർക്ക് സങ്കടം വന്നു. ഒരുത്തന് മാത്രം ഒരു സങ്കടവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെന്താ, നിനക്കെന്താ ഒരു സങ്കടവും തോന്നണില്ല ഇത് കേട്ടിട്ട്? എന്തേ സങ്കടം തോന്നാത്തത്? അതോ, ഞാൻ ചോദിച്ചോട്ടെ മാതാജി, ധ്രുവൻ എന്താ വേണ്ടത്? ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം, അത്രയല്ലേ ആവശ്യമുള്ളൂ. അതിന് ഇളയമ്മ സമ്മതിച്ചില്ല. അതിന് ഏതു നേരം ഇളയമ്മ അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം മാറി നിൽക്കാൻ പറഞ്ഞാൽ ഓ ശരി മാറി നിന്നു. ഇളയമ്മ അതിലേ പോയി, ഉത്തമൻ ഇതിലേയും പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തോട്ട് അച്ഛാ ഒരു 5 മിനിറ്റ് അച്ഛൻ്റെ മടിയിൽ ഞാനൊന്ന് ഇരുന്നോട്ടെ ചോദിച്ചാൽ അച്ഛൻ വേണ്ട പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ ധ്രുവന് അത് മനസ്സിലായില്ല. അവൻ ഓടി. എന്തിന്? അവൻ തപസ് ചെയ്യാൻ. മഹാവിഷ്ണുവിനെ അമ്മയും പറഞ്ഞു, ഇളയമ്മയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. നാരദ മഹർഷി ഉപദേശവും കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും കിട്ടി. അവൻ 6 മാസം വെള്ളം കുടിക്കാണ്ടും വായു ഭക്ഷിക്കാണ്ടും ഒറ്റക്കാലിൽ നിന്ന് അവൻ തപസ് ചെയ്തു അത്ര. എന്തിനു വേണ്ടി? ഒന്നും വേണ്ടിയിരുന്നില്ല. കുറച്ച് നേരം അവിടെ മാറി നിൽക്കുക. മാറി നിന്നിട്ട് തഞ്ചം നോക്കിയിട്ട് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക. അതുപോലായിരുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെയാ തോന്നിയത്. അവനെ ധ്രുവനും മിടുക്കു പോരാട്ടോ, അതുകൊണ്ടിട്ടുണ്ടായതാ ഇതൊക്കെയെന്ന്. പക്ഷെ ഉടനെ തന്നെ തിരുത്തി കൊടുത്തു ഞാൻ. എന്താ അങ്ങനെയല്ല, ധ്രുവൻ ആഗ്രഹിച്ചത് അച്ഛൻ്റെ മടിയിലിരിക്കാനാണെങ്കിലും ആരുടെ മടി അവന് കിട്ടിയതിരിക്കാൻ? ഭഗവാന്റെ മടി. നിനക്ക് കിട്ടുമോ ആ മടി? അതിന് ഭഗവാന്റെ മടിയിലിരിക്കാൻ കിട്ടണമെങ്കിൽ തപസ് ചെയ്യണം. അവനത് ചെയ്തു, അവനത് കിട്ടി. അപ്പം ചെറിയ ഒരു മിഠായി കിട്ടണമെന്ന് ആഗ്രഹിച്ചതിന് ആയുസ് മുഴുവനും എന്ത് കഴിഞ്ഞിട്ടോ മരിച്ചതിന് ശേഷമോ നക്ഷത്രമായിട്ട് മിന്നുക ചെയ്യണത്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തപസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടേതാണെങ്കിലും മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലൊരൊന്നാണ്. വേറെ ഒരു കഥയുണ്ടല്ലോ, സാധാരണ പറയാറുണ്ട്. ബ്രഹ്മദേവൻ, മനുഷ്യന്മാര്, ദാനവന്മാര്, ദേവന്മാര് 3 പേരും കൂടി സദസ്സ് കൂടിയേക്കുക. ആ സദസ്സിൽ ബ്രഹ്മദേവൻ ഇരുന്നിട്ട് എന്തു പറഞ്ഞു എന്നറിയാമോ? ദാ 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 എന്നും പറഞ്ഞു 3 ദാ പറഞ്ഞു. അത്രയേ ഉള്ളൂ.
ദാനവന്മാര് വിചാരിച്ചു, അതേ നമ്മൾ മഹാദുഷ്ടന്മാരാണ്, നമുക്ക് ഒട്ടും ദയയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ദയ വേണമെന്നാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചു. മനുഷ്യന്മാരെന്ത് വിചാരിച്ചു, നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു ഒന്നും പോരാ കേട്ടോ, നമ്മൾ കുറെ കൂടി ദാനധർമ്മങ്ങൾ ചെയ്യണം പാവങ്ങൾക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഇവിടെ അർത്ഥമെന്നും ചിന്തിച്ചു. ദേവന്മാര് പറഞ്ഞു, അതേ നമുക്ക് ദമം പോരാ, ഇന്ദ്രിയ നിഗ്രഹം ഒന്നും പോരാ, അത് വേണമെന്നാണ് പറഞ്ഞത് എന്ന്. ഈ 3 കൂട്ടരും 3 തരത്തിൽ ചിന്തിക്കാൻ കാരണം 3 കൂട്ടരുടെയും മനസ്സ് 3 രീതിയിലായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഇപ്പം ഇങ്ങനെ വിചാരിച്ചു, നാളെ വേറെ ഒന്ന് വിചാരിക്കും, മറ്റന്നാൾ വേറെ ഒന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സിനുള്ളതായ ചിന്തകളെ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു തൂവല്, മയിൽപ്പീലിയോ കാക്കത്തൂവലോ ഒക്കെ എടുത്തിട്ട് ഓരോ പീലിയായിട്ട് ഓരോ രോമമായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവസാനം അതിലെന്താ ഉള്ളത്? ആ തണ്ടും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതില്ല, പീലിയില്ല. അതുപോലെ ഒരു മാല, പൂമാല, അതിലെ പൂക്കളെ ഓരോന്നോരോന്നായിട്ട് വിടർത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്താ ഉണ്ടാവുക? മാലയില്ല. അപ്പൊ മാല എന്ന് പറഞ്ഞതും ഇല്ല, പീലി എന്ന് പറഞ്ഞതും ഇല്ല. അതുപോലെയാണ് ഈ മനസ്സിലെ ചിന്തകളെ ഓരോന്നായിട്ട് എടുത്തു മാറ്റിയാൽ അവസാനം മനസ്സും ഇല്ല. ഈ മനോനാശം ഉണ്ടാക്കണം. മനോനാശം ഉണ്ടാക്കിയിട്ട് ആ മനസ്സിലേക്ക്, മനോനാശം അങ്ങനെ വേഗം ഉണ്ടാവില്ല, ഈശ്വരചിന്തയെ കടത്തിവിട്ട് മറ്റുള്ള ചിന്തകളെ പോക്കി അങ്ങനെ ആക്കിയിട്ട് അവസാനം ആ ഈശ്വരചിന്തയെയും വിട്ടാൽ മനോനാശമായി, അത് വിജ്ഞാനമായി. അങ്ങനെ ഈശ്വരൻ്റെ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്ക് നീ ഓടി വരണം എന്ന് പറഞ്ഞ നമ്മുടെ ധർമ്മത്തിനെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തിന്നിട്ടും കുടിച്ചിട്ടും പണം സമ്പാദിച്ചിട്ടും, ഇവിടെ കിട്ടിയ പണം പോരാഞ്ഞ് ദുബായിൽ പോയി സമ്പാദിക്കുക, അവിടെയും കിട്ടിയത് പോരെങ്കിൽ വേറെ ഇതിലേക്ക് പോയി സമ്പാദിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ മാളികളുള്ളത് വലിയ മാളികയാക്കുക. ആദ്യം തന്നെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നത് സ്കൂട്ടർ മാറ്റി കാറാക്കി, 1 കാറ് മാറ്റി 2 കാറാക്കി, 2 കാറ് മാറ്റി 4 കാറാക്കി. ഇങ്ങനെയാണ്. എൻ്റെ നാട്ടിലേക്കൊക്കെ ഞാൻ പോകുമ്പോഴേ, വല്ലപ്പോഴും ഒരിക്കൽ പോകുമ്പോൾ, പണ്ടത്തേതൊന്നും അല്ല, ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന വീടുകളൊന്നും അല്ല, അതൊക്കെ എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ ഫോറിനിലേക്ക് പോയിട്ടുണ്ടേ. എന്നിട്ട് പോയിട്ട് ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് കൂട്ടി ഇങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ടോ അവസാനമോ ആശയാഗ്രഹങ്ങൾ പിന്നെയും ബാക്കി കിടക്കും. എന്നിട്ട് ആ ആശയാഗ്രഹങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ കാലം തീർന്നു, സമയം തീർന്നു, കാലമടം വന്ന് ഞൊട്ടി ആദ്യേ പോരെ. ഇതാണ് നമുക്ക് പറ്റണത്. അപ്പൊ ഒരു ദിക്കിൽ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടണം. അതെവിടെ വെച്ച് ഇടണം എന്നുള്ളത് നമ്മളുടെ മനസ്സിന്റെ നിയന്ത്രണം അനുസരിച്ചിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒന്നും ഉടുക്കണം, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ അവന് വളരെ വേഗം എങ്ങനെ കൗപീനവന്ത ഖലു ഭാഗ്യവന്ത വേദാന്തവാക്യേഷു സദാരമന്തോ ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്ത അശോകവന്ത കരുണൈകവന്ത കൗപീനവന്ത ഖലു ഭാഗ്യവന്ത. ഏറ്റവും വലിയ ഭാഗ്യവൻ ആരാണെന്നറിയാമോ? 10,000 രൂപയുടെ തുണി കൊടുത്ത് നടക്കണവനല്ല, വെറും കൗപീന മാത്രധാരിയായിട്ട്. അവൻ അത് മതി, മാനം അറിയാനായിട്ട് കൗപീന മാത്രം. വേദാന്തവാക്യങ്ങളിൽ ഏതു നേരവും രമിച്ചുകൊണ്ട് ഭിക്ഷ കിട്ടുന്നതായ അന്നം, അതെന്ത് അന്നമായിക്കോട്ടെ, അത് കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഭഗവാനെ വിചാരിച്ചിരിക്കുന്ന ആളാണ് ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളാണ് നമ്മൾ ആകേണ്ടത്. ഇനി ഇപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. മനസ്സിലെ ചിന്തകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ പരിശ്രമിച്ചാൽ ചിന്തകളെ കുറേശ്ശെ മാറ്റാം. മാറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഈശ്വരചിന്ത കടത്തിവിടുക. ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ഈശ്വരചിന്തയെ കടത്തിവിടാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി 4 തരം ഭക്തന്മാരെക്കുറിച്ച്. ഈ ഭക്തന്മാർ സുഹൃതികളായ ഭക്തന്മാരാണ് ഈ 4 കൂട്ടരും. ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്ന് പറഞ്ഞില്ലേ. ഇതില് ആർത്തൻ എന്ന് പറഞ്ഞാൽ അവനാര്? ഇവരുടെ 4 കൂട്ടരുടെയും മനസ്സിൽ ഈശ്വരചിന്ത നിറയും. അവസാനം വരുമ്പോൾ ഈശ്വരചിന്ത നിറയും. ഈശ്വരചിന്ത കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ രക്ഷപ്പെട്ടു. ദുഷ്കൃതികളായ ഭക്തന്മാരുണ്ട്. അവർ വേണ്ടാത്തൊക്കെ ചെയ്യും, നിറയെ ദുഷ്കർമ്മങ്ങൾ ചെയ്യും. ഇന്നാള് സ്വാമിജി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഏതോ ഒരു സ്വാമിജി, അബൂമാൻ സ്വാമിജി ആണോ എന്തോ, ഗുരുവായൂർ കക്കാൻ പോകുമ്പോൾ ഗുരുവായൂരപ്പാ എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കക്കാൻ പോണോണ്ട് അവരെ പിടിക്കില്ല. കാരണം നീ കട്ടോളോ, ഈശ്വര എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ സമ്മതിച്ചു കൊടുക്കും. 1 പ്രാവശ്യം, 2ാം പ്രാവശ്യം വരെ, 3ാം പ്രാവശ്യം ആകുമ്പോൾ ഒന്നിലെ അയാൾ തന്നെ കക്കാണ്ടാവും, അല്ലെങ്കിൽ 3ാം പ്രാവശ്യം പിടിപെടും. ഇങ്ങനെ
അതൊക്കെ ദുഷ്കൃതികളാണ് കേട്ടോ. ഈ കക്കണതും ചതിക്കണതും വഞ്ചിക്കണതും ദ്രോഹിക്കണതിനേക്കാളൊക്കെ കൂടുതൽ ഈ ധൃതരാഷ്ട്രാലിംഗനം ഉണ്ടല്ലോ, അതാണ് കേട്ടോ സത്യം. ഞാൻ പറയാം, കട്ടാല് അവനൊരു ത്രികരണ ശുദ്ധിയുണ്ട്, ഞാൻ കക്കാനാ പോണത്, അവൻ കട്ടു കൊണ്ടുവന്നു. അതേസമയത്ത് ഞാൻ ചതിക്കാനാ പോണത്, അവൻ ചതിച്ചു, അവനെ ദ്രോഹിച്ചു, വഞ്ചിച്ചു. അതേ സമയത്ത് ഈ പാരവെക്കലുണ്ടല്ലോ, ഈ ധൃതരാഷ്ട്ര മഹാരാജാവ്, മോനെ ഭീമസേന, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നണുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. അത്ര കെട്ടിപ്പിടിച്ചതോടുകൂടി ആ മീതേണ്ടായിരുന്ന കവചോടിച്ചത്, ഇരുമ്പ് കവചം, അതൊന്നും ഉറങ്ങിപ്പോയി. എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് ചെയ്ത ഏറ്റവും വലിയ ദുഷ്കൃതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് പറയും ഞാൻ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സർവ്വ ആളുകളോടും ചെയ്യണത്. സ്നേഹഭാവേന കൂടിയിട്ട് കഴുത്തി ഞെരിക്കുക. ഇതിനെ ഭഗവാൻ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ. അപ്പോ ഇനി നമുക്ക് 4 വിധ ഭക്തന്മാരെ പറ്റി പറയാം. ഒന്നാമത്തേവൻ ആർത്തൻ. ഈ ആർത്തൻ എന്ന് പറയുന്നവണ്ടല്ലോ, അവൻ സാധാരണ നമ്മളെപ്പോലെയൊക്കെ, നമ്മൾ ഇതിൽ തന്നെ ഇപ്പൊ ആർത്തന്മാരുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയണില്ല, ഉണ്ടാകാം ആർത്തന്മാര്. ഒരു കാലത്ത് ആർത്തനാദം മുഴക്കിയിരുന്ന ആളാണ് ഞാൻ, എനിക്കറിയാം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അറിയാം അങ്ങേ അറ്റത്തെ ദുഃഖം, സഹിക്കവയ്യാത്ത ദുഃഖം പെട്ടെന്നുണ്ടാവുക. നമ്മൾ സാധാരണ പോലെ ജീവിക്കും, ഭഗവാനെ എന്ന് വിളിക്കും, രാവിലെ വൈകുന്നേരം വിളിക്കും, നമ്മുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു സ്ത്രീ, ഉദാഹരണം പറയാം കേട്ടോ, ഒരു സ്ത്രീ അവര് പഠിച്ചു, ഒരു ചെറിയ ജോലി കിട്ടി, വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുണ്ടായി, നല്ല ആൺകുട്ടി, മിടുക്കൻ, നന്നായിട്ട് പഠിച്ചു, അവൻ പാസ്സായി, അവൻ നല്ല ഉദ്യോഗം കിട്ടി, നല്ല മിടുക്കൻ, അമ്മയോടും അച്ഛനോടും നല്ല സ്നേഹമുള്ള പയ്യൻ. അവൻ അനുരൂപിയായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് അവന് വേണ്ട യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ സ്ത്രീക്ക്, എല്ലാം കൊണ്ട് തികഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം വെളിച്ചായപ്പോൾ ഉദ്യോഗത്തിന് പോയി, വണ്ടി ആക്സിഡൻ്റ് ആയി, മകൻ മരിച്ചു. ആ സെക്കൻഡ് വരേക്കും എത്ര സന്തുഷ്ടയായിട്ടിരുന്നു ആ സ്ത്രീ. ഈ മരണവൃത്താന്തം പറഞ്ഞ ആ സെക്കൻഡിൽ ആ സ്ത്രീയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അമ്മയുടെ ഏറ്റവും വലിയ, ഒരു സ്ത്രീക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുഃഖം, അവൾ 10 മാസം ചുമന്ന് പ്രസവിച്ച കുട്ടി, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആരായിക്കോട്ടെ, അതിൻ്റെ ശവശരീരം കാണുക എന്നുള്ളതാണ് കേട്ടോ. അതിനേക്കാൾ വലിയ ഒരു ദുഃഖം ഒരു സ്ത്രീക്ക് ഇല്ല. ഈ സദസ്സിൽ ആരെങ്കിലും ഇല്ലേ പറയാനായിട്ട്, ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെയും കാട്ടി ജാമാക്കിയിട്ട് അതിലെതിലും വലിച്ചെറിയണുണ്ടെന്ന് ഇല്ലേ? അങ്ങനത്തെ സ്ത്രീകളില്ലേ? പേപ്പറിൽ കാണണില്ലേ? അവരത് സ്ത്രീകളല്ലേ? നിശ്ചയമായിട്ടും അവർ സ്ത്രീകൾ തന്നെ. അവർ സ്ത്രീകളാണ്. അവർ സ്വന്തം കുഞ്ഞിനെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ വേദന അവരങ്ങേ അറ്റം അനുഭവിക്കുന്നുണ്ട്. അവസാന നിമിഷം വരെയും അവരാ ദുഃഖം അനുഭവിക്കും, യാതൊരു സംശയവുമില്ല. ഒരമ്മയാണെങ്കിൽ അവരുടെ മുൻപിൽ അവർ പ്രസവിച്ച കുഞ്ഞ് മരിച്ച്, അവർ തന്നെ കൊന്നോട്ടെ, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും അവർക്ക്, എന്തെങ്കിലും. എന്തിനാ അതും ഇതും പറയണത്? കുന്തിദേവി എന്താ കാട്ടിയത്? കുന്തിദേവി എന്താ ചെയ്തത് അന്നത്തെ കാലത്ത്? ആ കുഞ്ഞിനെ കൊന്നില്ല, ആരെങ്കിലും വളർത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒഴുക്കി വിടുകയല്ലേ ചെയ്തത്. ഇതുപോലെ തന്നെ എത്ര കേസുകളുണ്ട്. ഉപനിഷത്ത് പുരുഷന്മാരുണ്ട്, ഉപനിഷത്തുകളിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തോ അറിയില്ല, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇങ്ങനെ സ്ത്രീകൾ ഇതെല്ലാം ദുഷ്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഒരമ്മയാണെങ്കിൽ അവൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ ശവശരീരം കണ്ടാൽ പിന്നെ അവൾക്ക് അവളുടെ ജന്മത്തിൽ വളരെ വേഗത്തിൽ ഒന്നിനും മുക്തി കിട്ടും. അവൾ തന്നെ കൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മുക്തി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ നമ്മളതറിയണില്ല. ഒരു സ്ത്രീ അവർ പ്രസവിച്ച കുഞ്ഞിനെ അവരങ്ങനെ ഒഴുക്കി ഇങ്ങനെ ഒഴുക്കി, അങ്ങനെ കൊന്നു ഇങ്ങനെ കൊന്നു എന്നുള്ള ന്യൂസേ വരുള്ളൂ പേപ്പറിൽ. ആ സ്ത്രീയോട് ചെന്നിട്ട് അവരോട് ചോദിക്കുക, അവരെ ശരിക്കും മനസ്സിലാക്കാൻ പുറപ്പെട്ടാൽ മനസ്സിലാകും ഒരു മാതൃഹൃദയം എന്താണെന്നുള്ളത്. പോട്ടെ, ഇനി അത് ഒരു അമ്മ. നമ്മുടെ ഗജേന്ദ്രമോക്ഷം, ഗജേന്ദ്ര മിടുക്കനായ ആന, കൊമ്പനാന, അവന് എന്തിൻ്റെ കുറവാണ്ടായിരുന്നത്? ഒരു ദിവസം വെള്ളത്തിലിറങ്ങിയപ്പോഴേക്കും ഒരു മുതല പിടിച്ചു പെട്ടെന്ന്. അപ്പം അവൻ ആർത്തനാദം മുഴക്കിയവൻ ഭഗവാനേന്ന് വിളിച്ചു എന്നാ പറയണത്. ആ സമയത്ത് തൻ്റെ സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കണമെന്നറിഞ്ഞ ആ നിമിഷത്തിൽ ഗജേന്ദ്രനെ പോലെയുള്ളതായ ഒരു ജന്തു പെട്ടെന്ന് അവനൊരു ഇതുണ്ടാവുകയല്ലേ ചെയ്യണത്. അവൻ്റെ ജീവിതത്തിനെ തന്നെ ഇപ്പം നശിപ്പിക്കുന്ന വിധത്തിലൊരു മുതൽ വന്ന് പിടിച്ച സമയത്ത്, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത്
ആ സമയത്തൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും ഒന്ന് പറയൂ. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായ ദുഃഖമാണിത്. ആ പെട്ടെന്നൊരു ദുഃഖം ഉണ്ടാവുമ്പോൾ അവരുടെ മനസ്സിൽ ആരോടെങ്കിലും ക്രോധമുണ്ടെങ്കിൽ ആ ക്രോധം പോവും, കുശുമ്പുണ്ടെങ്കിൽ കുശുമ്പ് പോവും, അസൂയ ഉണ്ടെങ്കിൽ വേറെ അഹങ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. സർവ്വതും പോയിട്ട് അവരുടെ മനസ്സിൽ ദൈവമേ എന്നുള്ള ഒറ്റ ചിന്ത മാത്രമായിരിക്കും, അല്ലേ? അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്ത അപ്പോൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവരുടെ ഹൃദയം കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് ദിവസത്തേക്കെങ്കിലും പരിശുദ്ധമാകുമോ ഇല്ലയോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലേ മനസ്സിന്റെ കാര്യം, മനസ്സിങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരാഘാതം തട്ടുമ്പോൾ അവരുടെ മനസ്സിൽ ഈശ്വരചിന്തയല്ലാതെ മറ്റുള്ള സർവ്വ ദുഷ്ചിന്തകളും സച്ചിന്തകളും എല്ലാം വിട്ടുപോകും. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നമ്മൾ ഇരിക്കണമെന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ഈശ്വരചിന്തയല്ലാതെ വേറെ ഒരു ചിന്തയും വരാതിരിക്കണം. ഈശ്വരചിന്തയിൽ തന്നെ നമ്മളുടെ മനസ്സ് നിൽക്കണം. ഇനി നിൽക്കാൻ അയക്കില്ല. എന്താ? കുറച്ച് ദിവസം കഴിഞ്ഞു, വലിയ ദുഃഖമായി പോയിട്ടോ, പാവം ആ സ്ത്രീ. അവരുടെ അയലോക്കത്തുള്ളവർ ഭയങ്കര തല്ലുകൂട്ടക്കാരായിരിക്കും. എന്നാലും പറയും, എന്നാലും ഇങ്ങനെ ഒരു ദുഃഖം അവർക്ക് വരണ്ടായിരുന്നു. ശത്രുക്കളും പറയും ഇതേപോലെ. എന്നിട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മായ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, അത് മായ കയറി പിടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ ചെയ്യുക? കുട്ടി പോയി പോട്ടെ, നമുക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കെ പണ്ടത്തെ പോലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, അഹങ്കാരം, ദമ്പം, ദർപ്പം പറഞ്ഞോണ്ടേ പോയപ്പോൾ സമയമാവും. അതുകൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് അവരുടെ മനസ്സിൽ ആദ്യേ ഈ ചിന്തകളൊക്കെ കട്ടികൂടി വരും, കനം പിടിച്ചു വരും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ഒരടിയും കൂടി വെച്ച് കൊടുത്താലോ, എന്നാ പടിയോ നോക്കാം. ചിലർ പടിയും കേട്ടോ, ഒറ്റ അടിക്ക് പടിയും. ഇനി മേലാൽ ഞാൻ യാതൊന്നിനും പോവില്ല, ഈശ്വര എന്നുള്ള ചിന്തയിൽ മാത്രമായിട്ടിരിക്കണം. എത്രയോ പേരുണ്ട്. 8 കൊല്ലമായി എൻ്റെ കുട്ടി മരിച്ചിട്ട്. അന്ന് മുതൽ ഞാൻ ഇന്ന് വരേക്കും ഈശ്വര എന്നുള്ള ചിന്തയിലേ ഇരുന്നിട്ടുള്ളൂ, വേറെ ഒരു ചിന്തയെ ഞാൻ വരാൻ അയച്ചിട്ടില്ല എന്ന് ഇന്നലെയും കൂടി എന്നോട് ഒരാൾ പറഞ്ഞു കേട്ടോ. ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, എല്ലാവരും ഒന്നും ചീത്തയൊന്നുമല്ല, എല്ലാവരിലും നന്മ ധാരാളമുണ്ട്. പക്ഷെ ഈ ഭഗവാന്റെ മായ കടന്നു പോവുക എന്ന് പറഞ്ഞത് വളരെ അതുകൊണ്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നോ മോക്ഷം കിട്ടിപ്പോയേനെ. അപ്പോൾ ഇങ്ങനെ ഈ അവനവന് അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുക. ഒരു വീട് കെട്ടിയുണ്ടാക്കി, നിറയെ ലോൺ എടുത്ത് വീട് കെട്ടി, നല്ല വീട് കെട്ടി പാല് കാച്ചി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്തോ കാരണം കൊണ്ട് അസ്ഥിവാരം ഇളകി വീടടിഞ്ഞാ വീണു. അത്രയും നല്ല സുഖമായിട്ട് പോയതായിരുന്നു. പെട്ടെന്നുണ്ടായ ഈ ആഘാതം കൊണ്ട് ഒരുത്തൻ്റെ മനസ്സിലുള്ളതായ ചിന്തകൾ മുഴുവനും മാറി ഈശ്വര ചിന്ത കൊണ്ട് നിറഞ്ഞ് അവൻ കരയും, ആർത്തനാദം മുഴക്കും. അവനാണ് ആർത്തൻ. ക്ലിയർ ആയില്ലേ? അതുവരേക്കും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടും കുറേ നാൾ കഴിയുമ്പോഴേക്കും മാറിക്കോളും. ആ സമയത്ത് വല്ലാതെ പെട്ടെന്നുണ്ടായതായ ഷോക്ക് കൊണ്ടുണ്ടാവുന്നതാണ് ആർത്തൻ എന്ന് പറയുന്നത്. ഈ ആർത്തൻ സുഹൃതിയാണ് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവനാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഭഗവാന് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ കയ്യൊന്തിക്കില്ലായിരിക്കും. ആർത്തന്മാരായിട്ട് വളരെയധികം സങ്കടപ്പെട്ട് ഇരിക്കുന്ന ആളുകൾ ഇനിയുള്ള ശിഷ്ടായുസ ഈശ്വരചിന്തയിൽ മാത്രം കഴിച്ചു കൂട്ടണമെന്ന് വിചാരിച്ചാലും നടക്കില്ല കേട്ടോ. മായ വന്ന് പിടികൂടും. അത് പോട്ടെ, മായ പിടികൂടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മായ ഓടിക്കാൻ നോക്കണം. ഇത് ആർത്തൻ. ഇനി അർത്ഥാർത്ഥി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ശ്ലോകം തന്നെ ആചാര്യ വിനോബാ ഭാവേ, നമ്മുടെ വിവേകാനന്ദ സ്വാമികളെ, ചിന്മയാനന്ദ സ്വാമികളെ, ശങ്കരാചാര്യർ എല്ലാവരും ഭാഷ്യത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി കുറേ നാൾ നോക്കിയാൽ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അവസാനം എനിക്കെന്തോ തോന്നി, അതാ ഞാൻ പറയണത്. അതിങ്ങനെ പുറമേ ഉള്ളത് മാത്രം, ഉള്ളിലേക്ക് പോയാൽ ഇതിൻ്റെ അർത്ഥം വേറെ ഉണ്ട് കേട്ടോ. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിറയെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കും. പ്രധാനമായിട്ടും നമ്മളുടെ ആഗ്രഹപൂരണത്തിന് ആവശ്യം വരുന്നത് എന്താ? പണം. ആ പണം ഉണ്ടാക്കാനായിട്ട് ന്യായമായ രീതിയിൽ കൂടി സമ്പാദിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ സൂത്രത്തിൽ തട്ടിച്ചിട്ടും ഒപ്പിച്ചിട്ടും പറ്റിച്ചിട്ടും ഒന്നും പണം ഉണ്ടാക്കരുത്. നമ്മൾ നല്ല രീതിയിൽ പണം സമ്പാദിച്ച് ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. ഒരു കുട്ടി എനിക്ക് നന്നായിട്ട് പഠിക്കണം, പാസ്സാവണം, ഒരു ജോലി കിട്ടണം, ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീടുള്ള കുടുംബം എന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ അതിനനുസരിച്ച് വളർത്തി. കുട്ടി പഠിച്ചു, പാസ്സായി, നല്ല മാർക്കും കിട്ടി.
അവന് പറ്റിയതായ ജോലി കിട്ടിയില്ല. 20 വയസ്സായി, 25 വയസ്സായി, 30ആയി, 35ആയി, 40ആയി, 45ആയി. ഇനിയിപ്പം നല്ല ജോലി എവിടുന്നാ കിട്ടാൻ പോണത്? ജോലി കിട്ടിയില്ല. അവന് പെട്ടെന്നുണ്ടായ സങ്കടം അല്ലാതെ അവനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചോണ്ടേയിരുന്നു. അവൻ അവസാനമായപ്പോഴേക്കും അവന് കിട്ടിയില്ല. ഒരു പെൺകുട്ടിയെ നല്ല ദിക്കിൽ കല്യാണം കഴിച്ച് വിടണമെന്ന് ആലോചിച്ചു. ജാതകത്തിൽ എന്തോ പെശകുണ്ടെന്ന് കേട്ടു. എന്നാലും ശരി, നോക്കിയിരുന്നു. അവൾക്ക് 30 വയസ്സായി, 35 വയസ്സായി. ഇനി എന്ത് കല്യാണം? ഇങ്ങനെ നിരാശ വരുന്ന കൂട്ടരുണ്ട്. അവരെയാണ് അർത്ഥാർത്ഥികൾ എന്ന് പറയുന്നത്. പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ട് അത് കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ച് കരയണവരാണ് അർത്ഥാർത്ഥികൾ എന്നാണ് വേറെ ചില ആളുകളുടെ വ്യാഖ്യാനങ്ങൾ. ഇങ്ങനെ ഇതിനൊക്കെ വ്യാഖ്യാനം വേറെ ഉണ്ടെങ്കിലും പൊതുവേ ഉള്ളത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ അർത്ഥാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ദുഃഖമല്ല, അവനെങ്ങനെ ക്രമത്തിൽ കാർന്ന് അവസാനം വന്ന് ദുഃഖം വരുന്നവനാണ്. അവരാണ് അർത്ഥാർത്ഥികൾ. ഈ അർത്ഥാർത്ഥികളും ആർത്തന്മാരെ പോലെ തന്നെ സങ്കടം സഹിക്കവയ്യാതാവുമ്പോൾ ഈശ്വര എന്ന് വിളിക്കും. അവരുടെ മനസ്സിൽ ഈശ്വര ചിന്ത മാത്രമാകും. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മായാദിയെ പിടികൂടും. ആദ്യം നമ്മുടെ മനസ്സ് കേടുവരും. ആദ്യം ഈശ്വരന് കളിക്കാനുള്ള വകയാകും. അർത്ഥാർത്ഥികൾ. ഇനി ജിജ്ഞാസുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ വെച്ചാൽ, ഈ അർത്ഥാർത്ഥികളുണ്ടല്ലോ, ചിലതൊക്കെ നമുക്ക് കിട്ടും, നമ്മൾ ചോദിക്കണതൊക്കെ കിട്ടും, ഭഗവാൻ തരും. ചിലതൊന്നും തരില്ല. തരാണ്ടാവുമ്പോൾ നമുക്ക് സങ്കടം വരും. കിട്ടിയതിനും നന്ദി ഉണ്ടാവില്ല കേട്ടോ. തരാണ്ടാവുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്താ അത്? ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു ശക്തി ഇല്ലയോ? നമുക്ക് എന്തോ ചിലത് കിട്ടണോ, ചിലത് കിട്ടണില്ല, അങ്ങനെ ആയിരിക്കാമല്ലോ. ഭഗവാൻ എന്ന് പറഞ്ഞൊരു ശക്തി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് സംശയിക്കും. ജിജ്ഞാസ. ഈശ്വരനുണ്ടോ ഇല്ലയോ? ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. ഞാൻ ഇത്രയ്ക്കും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പയ്യൻ കേട്ടോ നടന്നതാ. 3 തലമുറയ്ക്ക് മുന്നേ നടന്ന കഥയാണ് ഞാൻ പറയണത്. നാഗർകോവിലിൽ ഒരു പയ്യൻ, പാവപ്പെട്ട പയ്യൻ, പൂജാരി, അവനെ വിവാഹം കഴിപ്പിച്ചു. കല്യാണപ്രായത്തിപ്പോൾ കല്യാണം കഴിച്ചു. ഭാര്യ ഉണ്ടായി. 1ാമത്തെ പ്രസവത്തിൽ ഭാര്യ മരിച്ചു. ഒരു കുഞ്ഞും അവനുമായി. അവൻ ആ കുഞ്ഞിനെ വെച്ചോണ്ട് പൂജയ്ക്ക് പോകാൻ വയ്യ. അപ്പം എല്ലാവരും ഐഡിയ കണ്ടു വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നു. അവളൊരു ട്വിൻസിനെ പ്രസവിച്ചത്. 1ാമത്തെ പ്രസവത്തിൽ അവൾ മരിച്ചുപോയി. പിന്നെ ഇനി എനിക്ക് കല്യാണമൊന്നും വേണ്ട കേട്ടോ, മതി 3 കുട്ടികളുമായി ഇതിനെ വെച്ചോണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. വലിയ ദേവി ഉപാസകനാ. ദേവിയുടെ പാദങ്ങളെ വെച്ചോണ്ട് തന്നെ ഏത് നേരം ഉപാസിക്കുന്ന ആളാണ്. ഇപ്പം ദേവി ഇതാണ്: ദുർഗതീതുവിധം ആണീ ഭക്തന് തന്നരുളിയിടുവതെങ്കിൽ ദുർഗാനാമമുരപ്പതിനാരും മുതിരുകയില്ലിനിമേലിൽ എന്നും പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടു. ഈ ദുർഗാനാമം ആരും വിളിക്കില്ല. ദുർഗേ എന്ന് വിളിച്ചിട്ട് ഇതാണ് ഗതി എന്നുണ്ടെങ്കിൽ. എന്നിട്ട് 3ാമതൊരു കല്യാണം കഴിപ്പിച്ചു. അതെങ്ങനെയാ ശോണ്ടോ? ആദ്യം ഒരു വാഴയ്ക്ക് താലി കെട്ടുക മുഹൂർത്തത്തിൽ, എന്നിട്ടൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക. വാഴ 1 കൊല്ലം കൊണ്ട് കൊലച്ചൊടിഞ്ഞോളും. അപ്പോൾ ഈ പെണ്ണിന് പകരം വാഴ പോയിക്കോളും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവൻ കല്യാണം കഴിച്ചു, വാഴ കൊലച്ചു ഒടിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം 3ാം ദിവസം മറ്റേ ഭാര്യയും പോയി. അപ്പോൾ ഇവന് ഇത്രയെല്ലാം ഭഗവാനെന്ന് വിളിച്ചിട്ടും ഭഗവാൻ അവനൊരു ഇത് കൊടുക്കുകയല്ല ചെയ്തത്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഇവന് ഈശ്വരനുണ്ടോ ഇല്ലയോ സംശയായി. ഈശ്വരനുണ്ടോ ഇല്ല? ഈശ്വരനുണ്ടെങ്കിൽ, ദുർഗ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ? ഇല്ലല്ലോ. അങ്ങനെ സംശയിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് പുറപ്പെടുന്നവരാണ് ജിജ്ഞാസുക്കൾ. ഈ ജിജ്ഞാസുക്കൾ ഇങ്ങനെ ജിജ്ഞാസയും കൊണ്ട് ചെല്ലുമ്പോൾ അവരൊരു ഗുരുവിനെ ചെന്ന് കാണും. ഗുരുവിനെ കണ്ടുമുട്ടും അവർ. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗവതത്തിലൊരു കഥയുണ്ട്. ടിട്ടിഭം എന്നും പറഞ്ഞ ഒരു പക്ഷി. ആ പക്ഷി മുട്ടയിട്ടു. എവിടെയാ? സമുദ്രക്കരയിൽ, സമുദ്രത്തിൻ്റെ തീരത്ത് പോയി മുട്ടയിട്ടിട്ട് അങ്ങോട്ട് മാറേണ്ട താമസം തിര വന്ന് മുട്ട കൊണ്ടുപോയി. ഏതായാലും മാതൃഹൃദയമല്ലേ ആ പക്ഷിക്ക്, ടിട്ടിഭത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഈ സമുദ്രം ദുഷ്ടൻ എൻ്റെ മുട്ടയെ തട്ടിക്കൊണ്ടു പോയില്ലേ, ഈ സമുദ്രത്തിനെ വറ്റിച്ച് ഞാൻ ആ മുട്ട എടുക്കുന്നു പറഞ്ഞ് അതിൻ്റെ ഇത്രയും പോകുന്ന കൊക്കും കൊണ്ട് ആ സമുദ്ര വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഫില്ലറിലെടുത്ത് തുപ്പണത് പോലെ ഇപ്പുറേക്ക് തുപ്പും, പിന്നെ എടുക്കും, പിന്നെയും തുപ്പും. ഇങ്ങനെ ആ സമുദ്രജലത്തിനെ വറ്റിക്കാൻ ഈ പക്ഷി
പുറപ്പെട്ടു. ഇത് കണ്ടുകൊണ്ട് നാരദൻ വന്നു. നാരദൻ വന്നിട്ട്, ടിട്ടിപ്പമ്മേ നീ എന്തായി കാട്ടണത്? ഞാൻ എൻ്റെ മുട്ടയെ ഈ ദുഷ്ടൻ സമുദ്രം എടുത്തോണ്ട് പോയി, അതിനെ ഞാൻ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കും. നീ എത്ര ജന്മം എടുത്താലും നിനക്കത് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്ര ജന്മം എടുത്തോട്ടെ, ഈ മുട്ട കിട്ടാണ്ട് ഞാൻ അടങ്ങില്ല. അതിൻ്റെ ജിജ്ഞാസ. ഇതേപോലെ തന്നെയാണ് രാമകൃഷ്ണദേവൻ കാളി പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ പോട്ടെ എൻ്റെ തല എന്നും പറഞ്ഞുകൊണ്ട് തല മുറിക്കാൻ പുറപ്പെട്ടപ്പോൾ ബോധം കെട്ട് വീണു. കാളി പ്രത്യക്ഷപ്പെട്ടു. അതുപോട്ടെ, ഈ കുട്ടി ഈ പക്ഷി എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞപ്പോൾ നാരദന് സങ്കടം തോന്നി. നാരദൻ, ദൈവമേ, എൻ്റെ തപശക്തി മുഴുവനും ഉപയോഗിച്ച ഈ സമുദ്രത്തിനെ വറ്റിച്ച് ആ പക്ഷിക്ക് ആ മുട്ടയെടുത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു ഭഗവാനോട്. ഭഗവാൻ സാങ്ഷൻ ചെയ്തു. ഉടനെ തന്നെ സമുദ്രം വാങ്ങിക്കൊടുത്തു. മുട്ട എടുത്തുകൊണ്ട് വന്നു ടിട്ടിഭ. ആ നാരദമുനി വാസ്തവത്തിൽ ആ ടിട്ടിപ്പത്തിൻ്റെ ഗുരുവായിട്ട് അവിടെ വരിക ചെയ്ത്, നമ്മളിങ്ങനെ ആർത്തന്മാരായിട്ടും അർത്ഥാർത്ഥികളായിട്ടും മനസ്സിലുമുള്ള ഈശ്വര ചിന്ത കൊണ്ട് നിറഞ്ഞ് വഴിഞ്ഞ് കരഞ്ഞ് കേഴണ സമയത്ത് നമുക്ക് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള ജിജ്ഞാസ ചിലരിലുണ്ടാകും. എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ, ചിലരിലുണ്ടാകും. ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയണം എന്ന ആഗ്രഹമുള്ള ഒരു കൂട്ടരുണ്ടാവും. ആ ആഗ്രഹമുള്ള കൂട്ടരെ സഹായിക്കാനായിട്ട് അവിടെ ഗുരു എത്തിച്ചേരും. ഈ ഗുരു എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഗുരുവിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഗുരു ഈ എന്താണോ ഗുരുവിൻ്റെ ഒരു പുസ്തകം ഗ്രന്ഥമുണ്ടെന്ന് വിചാരിക്കും. ആ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ പെരുമാറിയാൽ നമുക്ക് ജ്ഞാനിയായിക്കൂടെ? അർത്ഥാർത്ഥി കഴിഞ്ഞാൽ ജിജ്ഞാസവും കഴിഞ്ഞ അടുത്ത ജ്ഞാനിയിലേക്കാണ് വരുന്നത്. ജ്ഞാനിയാവാൻ എത്ര ഗ്രന്ഥങ്ങളുണ്ട്? ജ്ഞാനഗ്രന്ഥങ്ങൾ വായിച്ചാൽ പോരാ. ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഗ്രന്ഥത്തിൽ ആരുടെയോ മസ്തിഷ്കത്തിൽ ഉദിച്ചത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കടക്കുന്നല്ലാതെ ഹൃദയത്തിലേക്ക് കടക്കില്ല. ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഗുരു ശിഷ്യ ബന്ധം കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഇത്രയും നേരം ഉറങ്ങിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി ഒന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിപ്പറ്റിയിട്ടില്ലാത്ത ആളുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അവർക്ക് ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു എന്നീ ലെവലിലുള്ള ദുഃഖം വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ സാഗരത്തിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരൊരു സദ്ഗുരുവിൻ്റെ അടുത്തേക്ക്, അത് ദൈവഗത്യാ വന്ന് ചേർന്നോളും കേട്ടോ. അങ്ങനെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗുരു എന്താ ചെയ്യാന്നറിയാമോ? ആ ശിഷ്യനെ വളരെയധികം സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് ഗുരുവിൻ്റെ ഹൃദയത്തിൽ ഉള്ളതായ എല്ലാ കാര്യങ്ങളും ശിഷ്യൻ്റെ മുൻപിൽ തുറന്നു വെക്കും. ശിഷ്യനും അതേപോലെ തൻ്റെ ഹൃദയം തുറന്ന് ഗുരുവിൻ്റെ മുൻപിൽ വെക്കണം. കർണൻ ചെയ്തതുപോലെ നുണയും സൂത്രവും പറഞ്ഞുകൊണ്ട് പോകരുത്. അത് പോയാൽ ശരിയാവില്ല. സത്യസന്ധമായിട്ട് എന്തുപോലെ ഒരു ജാബാലി, സത്യകാമോ ജാബാലി, സത്യകാമൻ എന്നുമില്ല, ജാബാലി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ. അതായത് ജാബാലി എന്താ ചെയ്തതെന്നറിയാവോ? അവന് വലിയ മോഹം അവന് ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കണമെന്ന്. പക്ഷേ അവനെ ആരും പഠിപ്പിക്കില്ല. കാരണം അവൻ്റെ അച്ഛൻ ആരാണെന്ന് അവൻ അറിഞ്ഞൂടാ, അവൻ്റെ അമ്മയ്ക്കും അറിയാൻ പാടില്ല. ഏതോ ആർക്കോ ഉണ്ടായി. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും വേദം പഠിപ്പിക്കില്ല പണ്ട്. അപ്പോൾ അവന് വലിയ മോഹമുണ്ട്. കൂട്ടുകാരെല്ലാവരും അവൻ്റെ പ്രായത്തിലുള്ളവരെല്ലാവരും ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ അമ്മ എന്നെയും കൂടി പറഞ്ഞു വിടൂ ഗുരുവിൻ്റെ അടുത്തേക്ക്, എന്നെയും കൂടി പറഞ്ഞു വിടൂ ചോദിക്കുമ്പോൾ അമ്മ ഇരുന്ന് കരയും. ജബാല എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവളിരുന്ന് കരയും. എന്താ ഇങ്ങനെ കരയണേ അമ്മ? അമ്മയൊന്നും മിണ്ടില്ല. അത് കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്തു? അവൻ്റെ കൂട്ടുകാർ, നീ വാ, ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാം ഗുരുവിൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് ഇവനെ ഗുരുവിൻ്റെ അടുത്തേക്ക് കൂട്ടുകാരന്മാർ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഗുരു ചോദിച്ചു, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ജാബാലി. നീ ആരുടെ മകനാ? ജബാലയുടെ മകനാ. നിൻ്റെ അച്ഛൻ്റെ പേരെന്താ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ നാളെ മുതൽ ശിഷ്യനാക്കാം. വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കുക എൻ്റെ അച്ഛനാരാ, അച്ഛൻ്റെ പേരെന്താന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു വിട്ടു. ഈ കുട്ടി വന്നിട്ട് അമ്മ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി, നാളെ മുതൽ ഗുരു എന്നെ വന്നോളാൻ പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സന്തോഷമായിട്ട് പറഞ്ഞു. എന്നിട്ട് അമ്മ, ഗുരു ചോദിച്ചു നിൻ്റെ അച്ഛൻ്റെ പേരെന്താ, അച്ഛനാരാ, എവിടെയാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജബാലിക്ക് വല്ലാണ്ട് സങ്കടം വന്നു. അവൾ എന്താ പറഞ്ഞെന്നറിയാമോ കുട്ടിയോട്? മോനെ, നാളെ നീ പോയിക്കോളൂ, പോയിട്ട് ഗുരുവിനോട് പറയൂ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു ആരാണ് എൻ്റെ അച്ഛൻ എന്ന്. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് അറിയില്ല.
എത്രയോ ചെറുപ്പമായിരുന്ന കാലത്ത് ആരാരുടെയൊക്കെയോ വീടുകളിൽ പഠിക്കാൻ നിന്നിരുന്നപ്പോൾ ആരാരൊക്കെയോ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ആരുടെ മകനാണ് നീ എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയാൻ പറഞ്ഞു. അവൻ ചെന്ന് പിറ്റേ ദിവസം ചെന്ന് ഇതേ സത്യം ഇതേപടി ചെന്ന് പറഞ്ഞു. ഗുരു എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? നിശ്ചയമായും നീ ബ്രഹ്മജ്ഞാനത്തിന് അർഹനാണ്. നീ ഒരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂണൂലിട്ടവനല്ല, ബ്രഹ്മജ്ഞാനത്തിന് യോഗ്യതയുള്ളവനാണ്. നിശ്ചയമായിട്ട് നിന്റെ അമ്മ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. ഒരു ബ്രാഹ്മണനല്ലാതെ ഈ സത്യം പുറത്തേക്ക് പറയാൻ സാധ്യമല്ല. അത് പറഞ്ഞില്ലേ, നാളെ മുതൽ അവന് സത്യകാമൻ എന്ന് പേരിട്ട് ആ ഗ്രൂപ്പിലേക്ക് വെച്ച ഏറ്റവും മിടുക്കനായ ശിഷ്യൻ സത്യകാമനായിരുന്നു, ജാബാലി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇത്രയും സത്യസന്ധമായ രീതിയിൽ വേണം ഗുരുവിനോട് പെരുമാറാനായിട്ട്. അങ്ങനെ സത്യസന്ധമായ രീതിയിൽ പെരുമാറി ഗുരുവും ശിഷ്യനും തമ്മിൽ ഉറ്റ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ അവസാനം എന്തുണ്ടാകും? ഗുരുവിൻ്റെ മനസ്സിലുള്ളതിനെ എല്ലാത്തിനെയും തുറന്നു കാണിച്ചതിന് ശേഷം പരിശുദ്ധമായ ഹൃദയമുള്ളതായ ശിഷ്യന് മഹാമന്ത്രം ഉപദേശിച്ചു കൊടുക്കും. മഹാമന്ത്രം ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടായില്ല, ആ മന്ത്രം ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ നീ ജീവിക്കണം, സത്യം വധ ധർമ്മം ചര ഒക്കെ പറഞ്ഞു കൊടുക്കും. എങ്ങനെ ജീവിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. അതേപടി ജീവിച്ചുകൊണ്ടിരുന്നിട്ട് കാത്തിരിക്കണം. ഇതെല്ലാം ചെയ്തുകൊണ്ട്, സാധന ചെയ്തുകൊണ്ട് കാത്തിരിക്കണം. ചിലപ്പോൾ 1, 2, 3, 4 ജന്മങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ 1, 2, 3, 4 മാസങ്ങൾ മതിയാവും. അത് നമ്മുടെ സാധനയുടെ തീവ്രത അനുസരിച്ചും നമ്മുടെ യോഗം അനുസരിച്ചും നമുക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടിയാൽ എന്താ ഗുണം? അപ്പോഴാ മനസ്സിലാവുക, എന്ത് ഇവിടെ ഒന്നുമില്ല, സത്രശാലയില്ല, ആൾക്കാരും ഇല്ല, ആരും ഇല്ല, നീയും ഇല്ല, ഞാനും ഇല്ല, ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ട് എന്ന് തോന്നണ്ടെങ്കിൽ അതെല്ലാം ബ്രഹ്മസ്വരൂപങ്ങൾ, ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാകും. അപ്പം പിന്നെ ആർക്കാരെയും പേടിക്കാനാ? ആർക്കും ആരെയും പേടിക്കാനില്ല. വളരെയധികം ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. ദുഃഖമില്ല, സുഖമില്ല, യാതൊന്നുമില്ല. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരും, ജ്ഞാനം കിട്ടും. ഇതാണ് ഈ ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ഇനി ജ്ഞാനിയുടെ കാര്യത്തിൽ ഒരു ചെറിയ കഥ പറയാം കേട്ടോ. ഒരു ദിവസം ഒരു രാജാവ്, ആ രാജാവ് നായാട്ടിന് വേണ്ടി കാട്ടിലേക്ക് പോയി. നായാടി വന്നപ്പോൾ ഒരു സന്യാസിയുടെ കുടിലിൻ്റെ അടുത്ത് വന്നു. സന്യാസി വേഗം വിളിച്ചിരുത്തി, അയ്യോ മഹാരാജാവ് വന്നിട്ടുണ്ട്, നാട്ടിൽ സുഖമല്ലേ, എല്ലാവർക്കും സൗഖ്യമല്ലേ എന്നൊക്കെ ചോദിച്ചു. സാധാരണ രാജാക്കന്മാർ ഇത്രയും നീളത്തിലുള്ള പെറ്റീഷനും കൊണ്ടാ പോവുക, ആ സങ്കടം ഈ സങ്കടമൊക്കെ. ഈ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ഒരു ദുഃഖമില്ല, ഒരു സങ്കടമില്ല, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ്. ആർക്കും ഒരു സങ്കടവും ഇല്ലേ? ഒരു സങ്കടവും ഇല്ല. അതെന്താ അങ്ങനെ? അങ്ങനെയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിച്ചിട്ട് ജിതേന്ദ്രിയനാകാനായിട്ട്, ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിക്കാനായിട്ട് ഞാനും ശീലിച്ചു, എൻ്റെ പ്രജകളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കാര്യമായിട്ട് ദുഃഖമൊന്നുമില്ല. സന്യാസി അത് വിശ്വസിച്ചില്ല കേട്ടോ. അന്നൊന്നും ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓ ആയിക്കോളൂ. വേഗം രാജാവിൻ്റെ വസ്ത്രങ്ങളും എന്താ വാളോ പരിചയമൊക്കെ കൂടി മേടിച്ചു. നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞാൻ ഒന്ന് നിങ്ങളുടെ നാട് വരെയും പോയിട്ട് വരട്ടെ. പോയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ ഈ സന്യാസി? നേരെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞേ, നിങ്ങളുടെ രാജാവ് നായാട്ടിന് പോയില്ലേ, അദ്ദേഹത്തിന് പുലി പിടിച്ചു, മരിച്ചു കേട്ടോ. അപ്പോൾ വേഗം എന്ത് ചെയ്തു മന്ത്രി? അയ്യോ അങ്ങനെയാണോ ഈശ്വരേച്ഛ, ശരി. അമ്മ മഹാറാണിയെ അറിയിച്ചു. അമ്മ മഹാറാണിയും പെണ്ണുങ്ങളും ഒന്നും മാറത്തടിച്ച് കരഞ്ഞൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ യുവരാജാവാക്കി വാഴിക്കൂ ഇന്നയാളെ. എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കൂ. അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ ഡെഡ് ബോഡി എവിടെ അയച്ചു കഴിഞ്ഞാൽ, ശവം എവിടെ അയച്ചു കഴിഞ്ഞാൽ ആ ശവം കിടക്കണമെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് അതിനെ സംസ്കരിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ എന്നൊക്കെ കൂളായിട്ട് പറയുക, ഒരു വിഷമവും കൂടാതെ. അപ്പോൾ സന്യാസിക്ക് സംഗതി മനസ്സിലായി. ആദ്യം വിചാരിച്ചു ഈ ഭാര്യയ്ക്കൊന്നും ഒരു സ്നേഹം ഉണ്ടാവില്ല, ഈ മന്ത്രിക്കൊക്കെ രാജാവിനോട് ഇഷ്ടം ഉണ്ടാവില്ല എന്ന്. അതൊന്നുമല്ല കാര്യം. പിന്നെ എന്ത് ചെയ്തു? ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സന്യാസി പതുക്കെ ഇങ്ങോട്ട് വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതേ നിങ്ങളുടെ രാജ്യത്ത് പോയി, അവിടെ രാജ്യം മുഴുവനും ശത്രുക്കൾ വന്ന് ആക്രമിച്ച് പെണ്ണുങ്ങളെ മുഴുവൻ പിടിച്ചോണ്ട് പോയി, ആണുങ്ങളെ മുഴുവൻ കൊന്നു കളഞ്ഞു കഴിഞ്ഞു, ഇനി അവിടെ ഒന്നും ബാക്കിയില്ല, ശ്മശാന മോഹതയാണ് നിങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, ഓഹോ ഇതാണോ ഈശ്വരേച്ഛ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കുടിൽ കെട്ടി ഇഷ്ടായുസ് ഞാൻ ഇവിടെ കിടന്നോളാം. ഒരു സങ്കടവും രാജാവും കാണിച്ചില്ല. അപ്പോൾ സന്യാസിക്ക് മനസ്സിലായി, ഇത് സന്യാസിമാർ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെയാണ് ഇങ്ങോട്ട് വിചാരിച്ചേക്കണതേ. എന്നാലും സന്യാസിമാരുടെ കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ കാര്യം പറയാലോ. എനിക്ക് വേണ്ടത് ഇവിടെ ഒരു നീര് വന്നു. ഇവിടെ ഒരു നീര് വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ വേദന. ഞാൻ അയ്യോ പത്തോന്നല്ലോ വിളിക്കുക.
എനിക്കിതിങ്ങനെ പൊക്കാൻ വയ്യ, താഴ്ത്താൻ വയ്യ. എന്ത്? ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ അതല്ല, ഇതല്ല, ഞാൻ ബുദ്ധിയല്ല, അഹങ്കാരമല്ല, എന്താണോ അതിൻ്റെ അവസാനമുള്ളതൊന്നുമല്ല. അവസാനം അവ്യക്താത്തു പരം, അവ്യക്തത്തിനും അപ്പുറത്തുള്ളതായ പരമ്പൊരുളാണ് ഞാൻ. ഈ ശരീരത്തിന് എന്ത് വന്നാലും എനിക്ക് ഒന്നുമില്ല, ഞാൻ എന്ന് പറയണത് അതാണോ എന്നൊക്കെ പറയാനാ പഠിച്ചിരിക്കണത്. എൻ്റെ വിചാരം മുഴുവനും അങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. ഏതാ ഒരു നല്ല വേദന വന്നപ്പോഴാ മനസ്സിലായത്, അപ്പോഴാ മനസ്സിലായത്. ഇതുപോലെ നമ്മൾ എന്തൊക്കെയൊക്കെയോ വിചാരിച്ചിരിക്കും, പക്ഷെ സത്യാവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. ഈ ജിതേന്ദ്ര രാജാവിനെ പോലെ നമ്മളെല്ലാവരുമായി എന്ന് വിചാരിക്കൂ. മക്കളുണ്ടായാൽ എന്താ, നശിച്ചു പോയാലെന്താ, പണം ഉണ്ടായാലെന്താ, ഇല്ലെങ്കിലെന്താ, എന്തായാലെന്താ, നമ്മൾ ഏതു നേരവും എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഈ ജിതേന്ദ്ര രാജാവിൻ്റെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഈ ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്നും പറഞ്ഞ 4 കൂട്ടരുണ്ടല്ലോ. ഈ 4 കൂട്ടരും സുഹൃതികളാണ്. ആ സുഹൃതികളായ ഭക്തന്മാരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഇനി ജ്ഞാനം സമ്പാദിച്ചു. ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാലേ ആ അജ്ഞാനം ഉണ്ടല്ലോ, മായ, അത് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് എത്തി നോക്കും. അത് എത്തി നോക്കണതിന് അപ്പം നമ്മൾ ഓടിച്ചു വിടണമെങ്കിലുള്ള സൂത്രങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാർത്ഥന ആണ് ഞാൻ പറയണത്, അതോട് നിർത്തിയേക്ക്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും ദുഃഖങ്ങൾ ഭസ്മമാക്കിയിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശക്തിയുണ്ടാകണം, സത്യം പറയുവാൻ കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം. ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല, അതൊക്കെ ദൈവത്തിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് ദൈവമേ ഇതിനെല്ലാം എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഈശ്വരനോട്. ഇത് ചെയ്താൽ മതി, നമ്മളെ നേർവഴിക്ക് ഭഗവാൻ നയിച്ചോളും. അപ്പോൾ ഈ സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണമെന്ന് പറയും. ഈ സത്യമാണെന്ന് വിചാരിച്ച എല്ലാം വിളിച്ചു പറയരുത് കേട്ടോ. അതൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വിട്ടേക്കാം. സത്യമാണെന്ന് വിചാരിച്ചു നമ്മൾ എല്ലാവരും സത്യം അതാ ധർമ്മം ചരാന്ന് പറയും. വേറെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. മറ്റുള്ളവർക്ക് അപ്രിയമുണ്ടാക്കുന്നതായ സത്യത്തിനെ നമ്മൾ വിളിച്ചു കൂവരുത്. അങ്ങനെ വിളിച്ചു കൂവിയാൽ പല ആളുകൾക്ക് നമ്മളോട് സ്പർദ്ധയുണ്ടാകും, നമ്മളോട് വൈരമുണ്ടാകും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി വരും. അതുകൊണ്ട് അപ്രിയമുണ്ടാക്കുന്നതായ സത്യം വിളിച്ചു പറയരുത്. അതേപോലെ തന്നെ ആർക്കും ഉപദ്രവമില്ലാത്ത നല്ലതാണെങ്കിൽ, കുഴപ്പം ചെയ്യാത്തതാണെങ്കിൽ ചെറിയ ഒരു നുണയും ദോഷമുള്ളതല്ല.